Hi dears, welcome to Edream BCom online class. Today we are discussing Principles of Marketing. It's Block 6, Unit 17, Services Marketing. നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിങ്ങിലെ ലാസ്റ്റ് ബ്ലോക്കാണ് ബ്ലോക്ക് 6. അതിൽ സർവീസസ് മാർക്കറ്റിങ്ങിനെ കുറിച്ചും എമർജിങ് ഇഷ്യൂസ് ഇൻ മാർക്കറ്റിങ്ങിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് 17 സർവീസസ് മാർക്കറ്റിംഗ്. നോർമലി മാർക്കറ്റിംഗ് എന്നുള്ള ടേം കൊണ്ട് പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അർത്ഥമാക്കുന്നത് പ്രോഡക്ട്സിൻ്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ്. ഫിസിക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ടാഞ്ചിബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ്, ആ പ്രോഡക്ട്സ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയും അതിൻ്റെ സെയിൽസ് വർദ്ധിപ്പിക്കുകയും അതിലൂടെ ലാഭം വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന എഫേർട്സ് ആയിട്ടാണ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. പക്ഷേ ഇന്നത്തെ കാലത്ത് പ്രോഡക്റ്റ് മാർക്കറ്റിങ്ങിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയി നിലനിൽക്കുന്നതാണ് സർവീസസ് മാർക്കറ്റിംഗ്, സർവീസുകളുടെ മാർക്കറ്റിംഗ്. അതായത് സർവീസുകൾക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക, കസ്റ്റമേഴ്സിനെ മാക്സിമം ഡിലൈറ്റഡ് ആയിട്ട് അവരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ആ രീതിയിൽ സർവീസിനെ കുറിച്ച് ആളുകൾക്കിടയിൽ ഒരു ബോധം വളർത്തുകയും അതിന് നല്ല രീതിയിലുള്ള സെയിൽസ് പറയാൻ പറ്റില്ല, സർവീസ് പ്രൊവൈഡിങ് പ്രോംപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് ഇന്ന് നമ്മുടെ മാർക്കറ്റുകളിൽ ട്രെൻഡാണ്, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാൻ പറ്റാത്തതായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആദ്യം എന്താണ് സർവീസസ് എന്ന് നോക്കണം. സർവീസസ് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ സർവീസസ് മാർക്കറ്റിങ്ങിലേക്ക് നമ്മൾക്ക് പോകാൻ പറ്റുള്ളൂ. സർവീസസ് മീൻസ് ഒരുപാട് ഓതേഴ്സ് ഒരുപാട് ഡെഫിനിഷൻസ് നൽകിയിട്ടുണ്ട്. ഒരു കോമൺലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് സർവീസസ് ആർ സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫയബിൾ എസെൻഷ്യലി ഇൻടാഞ്ചിബിൾ ആക്ടിവിറ്റീസ് which provide want satisfaction and which are not necessarily tied to the sale of a product or another. അപ്പോൾ സർവീസസ് എന്ന് പറയുന്ന ഈ ഡെഫിനേഷനിൽ തന്നെ ഓരോ ഭാഗങ്ങൾ സർവീസസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. സർവീസസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫയബിൾ ആണ്. ഓരോ സർവീസും വേറൊരു സർവീസിൽ നിന്ന് നമ്മൾ വേറിട്ട് കൊണ്ട് മനസ്സിലാക്കാനും തിരിച്ചറിയാനും കഴിയുന്നതാണ് സർവീസസ്. ഇനി അതിൻ്റെ വേറൊരു പ്രത്യേകത എന്താ? അപ്പോൾ ഐഡൻറ്റിഫയബിൾ ആണ് സർവീസ്. ദെൻ എസെൻഷ്യലി ഇൻടാഞ്ചിബിൾ ആക്ടിവിറ്റീസ്. നോർമലി സർവീസസ് പലപ്പോഴും എങ്ങനെയായിരിക്കും? ഇൻടാഞ്ചിബിൾ ആയിരിക്കും, നമ്മൾക്ക് കാണാനൊന്നും കഴിയില്ല, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഒരു സെയിൽ ഓഫ് എ സർവീസ് എന്ന് പറയുന്നത് വേറൊരു പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ വേറൊരു സർവീസസിൻ്റെയോ സെയിലുമായി യാതൊരു തരത്തിലുള്ള കണക്ഷനും ഉണ്ടാവില്ല. അപ്പോൾ പ്രോഡക്ട്സിൽ നിന്ന് തീർത്തും ഡിഫറൻ്റ് ആയ ഒരു കൺസെപ്റ്റാണ് സർവീസ്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സോപ്പ്, ആ സോപ്പ് നമ്മൾക്ക് കാണാൻ കഴിയും, അത് നമ്മൾക്ക് പരിശോധിച്ച് നോക്കി നമ്മൾക്ക് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വായിച്ച് നമുക്ക് വാങ്ങിച്ചാൽ മതി. അതുപോലെയല്ല സർവീസ്, നമ്മൾക്കത് ഇൻടാഞ്ചിബിൾ ആണ്. ഇപ്പോൾ നമ്മൾക്കൊരു ഡോക്ടറുടെ കൺസൾട്ടിങ് എടുക്കണമെങ്കിൽ, നമ്മൾക്കൊരു സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ സർവീസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സർവീസ് എന്ന് പറയുമ്പോൾ സാധാരണയായി പ്രോഡക്ട്സിനെ പോലെയല്ല, എന്നാൽ പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ് താനും. അപ്പോൾ ആരൊക്കെയാണ് സാധാരണയായി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾ? നമ്മളുടെ ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ഇൻഫോസിസ്, HCL ടെക്നോളജീസ്, ഇഗ്നോ യൂണിവേഴ്സിറ്റി, IRCTC, MTNL, ഇവരെല്ലാം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡേഴ്സാണ്. അപ്പോൾ വിവിധ മേഖലകളിൽ നമ്മൾക്ക് സർവീസ് കാണാൻ കഴിയും. എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഹോട്ടൽ സർവീസ് ആയിക്കോട്ടെ, ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ ഒരുപാട് മേഖലകളിൽ സർവീസസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ആ സർവീസസിൻ്റെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. കാരണം സർവീസസ് ഒരിക്കലും ആൾറെഡി പ്രൊഡ്യൂസ് ചെയ്തു വെച്ച പ്രോഡക്ട്സിനെ പോലെയല്ല, നമ്മൾ ഡിമാൻഡിനനുസരിച്ച് അല്ലെങ്കിൽ ഓർഡറിനനുസരിച്ച് ചെയ്തു കൊടുക്കുന്നതാണ്. എന്നാൽ പലപ്പോഴും പല പ്രോഡക്റ്റ് ഡീലേഴ്സും സർവീസസ് നൽകാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മരുന്നുകളോ അല്ലെങ്കിൽ ചില ഫുഡ് ഐറ്റംസോ ഒക്കെ, അത് പ്രൊഡക്റ്റാണ്. ആ പ്രോഡക്റ്റ് നൽകുന്നതോടൊപ്പം അവ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിലത്തെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, അതെല്ലാം ആ പ്രോഡക്റ്റിൻ്റെ കൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പാംലെറ്റുകളോ കാറ്റലോഗുകളോ ഒക്കെ ആയിട്ട് നമ്മുടെ മാനുഫാക്ചറേഴ്സ് സപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസേഴ്സും പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്?
സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സർവീസ് ഏരിയ എന്ന് പറയുന്നത് നോർമലി നമ്മൾ സൂചിപ്പിക്കുന്നത് ഹോസ്പിറ്റൽസ്, ഹോട്ടൽസ്, യൂണിവേഴ്സിറ്റീസ്, ബാങ്ക്സ്, ഇൻഷുറൻസ് കമ്പനീസ്, ട്രാൻസ്പോർട്ട് ഫേമുകൾ, ഫയർ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, പോസ്റ്റ് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെയുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ പൊതുജനങ്ങൾക്ക് സേവനം നൽകുന്ന ഇൻഡസ്ട്രികളാണ്. അപ്പോൾ ഈ സർവീസസ് എന്ന് പറയുന്നതിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു സർവീസിന് മാത്രം ഒരു കാറ്റഗറി എന്നല്ല, പ്രോഡക്റ്റ് ഓഫർ ചെയ്യുന്നവരും കൂടെ സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ അതുകൂടെ കൺസിഡർ ചെയ്യണം. പ്രോഡക്ട്സിന് കൂടെയും നമ്മൾ സർവീസ് നൽകുന്നുണ്ട്. ഇപ്പോൾ വേറെ ചില സർവീസുകളുണ്ട്. ഇപ്പോൾ കോടതി പൊതുജനങ്ങൾക്ക് സഹായം നൽകുകയും അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ വിധിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് കോർട്ട്. ദേ ഓഫർ സർവീസസ്. അതേപോലെ തന്നെയാണ് ഹോസ്പിറ്റൽസ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഇവരെല്ലാം സർവീസ് നൽകുന്നുണ്ട്. പക്ഷേ ഇവരെ എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. എല്ലായ്പ്പോഴും ഇവർ നൽകുന്ന സേവനങ്ങൾ നമ്മൾക്ക് മതിയായില്ല, അല്ലെങ്കിൽ പോലീസ് പലപ്പോഴും ന്യായമായി പ്രവർത്തിക്കുന്നില്ല, കോടതി വിധി ശരിയായില്ല, ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ബില്ല് അടയ്ക്കുന്നതിനനുസരിച്ച് സേവനങ്ങൾ സഫിഷ്യൻ്റ് അല്ല, അങ്ങനെയുള്ള പല പരാതികളും നിരൂപണങ്ങളും എല്ലാം സർവീസ് സെക്ടറിന് ഫേസ് ചെയ്യേണ്ടതായി വരും. അപ്പോൾ ഓരോ സർവീസ് ഓർഗനൈസേഷനും അവരുടെ ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ പ്രോപ്പർ മാർക്കറ്റിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചേ പറ്റുള്ളൂ. കസ്റ്റമേഴ്സുമായിട്ട് നമ്മൾ കൃത്യമായി അവർക്ക് ഓരോ പ്രോമിസസ് ഒക്കെ നൽകും. ആ പ്രോമിസസ് ഒക്കെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സർവീസ് സെക്ടറിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു ഇമേജോട് കൂടി നിലനിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഗവൺമെൻറ് അണ്ടർടേക്കിങ്സും അല്ലാത്തതുമായ സർവീസ് പ്രൊവൈഡേഴ്സിന് പുറമേ പ്രോഫിറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, നോട്ട് ഫോർ പ്രോഫിറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുമുണ്ട്. ചില സ്ഥാപനങ്ങൾ ഒരിക്കലും അവർ ലാഭത്തിന് വേണ്ടിയാവില്ല പ്രവർത്തിക്കുന്നത്, പകരം ചാരിറ്റി പർപ്പസിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇവരെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് സർവീസുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സർവീസ് സെക്ടറിനെ പല രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഏകദേശം ഏതൊക്കെ ഇൻഡസ്ട്രീസിലാണ് സർവീസ് സെക്ടർ വരുന്നത് നമ്മുടെ പേജ് നമ്പർ 345 കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് പബ്ലിക് യൂട്ടിലിറ്റീസ്, പൊതുജന സൗകര്യാർത്ഥം നടത്തുന്ന ഗതാഗത സേവനങ്ങൾ. ദെൻ കമ്മ്യൂണിക്കേഷൻ, ടെലിഫോൺ, ടെലിഗ്രാഫ്, റേഡിയോ, ടെലിവിഷൻ, അങ്ങനെയുള്ള ബ്രോഡ്കാസ്റ്റിങ്ങുകൾ. പിന്നെ വരുന്നത് ഇലക്ട്രിക്, ഗ്യാസ്, സാനിറ്ററി സർവീസസ്, ഇതെല്ലാം സേവനങ്ങളിൽ വരുന്നു. പിന്നെ ഹോൾസെയിൽ ട്രേഡ്, റീറ്റെയിൽ ട്രേഡ്, ഫിനാൻസ്, ഇൻഷുറൻസ്, റിയൽ എസ്റ്റേറ്റ്, ബാങ്കിങ്, ക്രെഡിറ്റ് ഏജൻസീസ്. അതെങ്ങനെയാണ്? അതർ ദാൻ ബാങ്ക്സ് അല്ലാതെ വേറെയും ക്രെഡിറ്റ് ഏജൻസീസ് ഉണ്ടാവും. സെക്യൂരിറ്റി ആൻഡ് കമോഡിറ്റി ബ്രോക്കേഴ്സ് ആൻഡ് സർവീസസ്, റിയൽ എസ്റ്റേറ്റ്, ദെൻ ഹോൾഡിംഗ് ആൻഡ് അതർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. പിന്നെ മറ്റ് സർവീസസ് എന്ന് പറയുന്ന കാറ്റഗറി, അതർ സർവീസസ്. അതിലെന്തെല്ലാം വരും? ഹോട്ടൽസ്, ലോഡ്ജിങ് പ്ലേസസ്, പേഴ്സണൽ സർവീസ്, ഓട്ടോ റിപ്പയർ സർവീസ്, മിസ്സലേനിയസ് റിപ്പയർ സർവീസ്, മോഷൻ പിക്ചേഴ്സ്, ഹെൽത്ത് സർവീസ്, ലീഗൽ സർവീസ്, എഡ്യൂക്കേഷൻ സർവീസ്, മിസ്സലേനിയസ് പ്രൊഫഷണൽ സർവീസ്, പ്രൈവറ്റ് ഹൗസ് ഹോൾഡ് സർവീസസ്. ഇതെല്ലാം അതർ സർവീസ് കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന സിവിലിയൻ ആൻഡ് മിലിറ്ററി സർവീസസ്, ഗവൺമെൻറ് എൻ്റർപ്രൈസസ്. ദെൻ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന എഡ്യൂക്കേഷൻ ആൻഡ് അതർ സർവീസ്. അപ്പോൾ ഒരുപാട് മേഖലകൾ പൊതുജനങ്ങൾക്ക് സേവനം നൽകാനായി സന്നദ്ധരായി നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ സേവനങ്ങളെല്ലാം പ്രോപ്പറായി മാർക്കറ്റ് ചെയ്താൽ മാത്രമേ ആ സ്ഥാപനങ്ങളുടെ ലക്ഷ്യം നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഡെഫിനിഷനും ഇപ്പം നമ്മൾ മനസ്സിലാക്കിയ സെക്ടേഴ്സും എല്ലാം അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ എന്തൊക്കെയാണ് സർവീസസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഏറ്റവും ആദ്യമായി പറയുന്നത് ഇൻടാഞ്ചിബിലിറ്റിയാണ്. സർവീസ് ഒരിക്കലും നമ്മൾക്കൊരു പ്രൊഡക്റ്റിനെ പോലെ തൊട്ടു നോക്കാനോ കാണാനോ ഒന്നും കഴിയില്ല. ഇപ്പോൾ ഒരു ഡോക്ടറുടെ സേവനം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സേവനം അത് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ യൂട്ടിലിറ്റി നമ്മൾക്ക് ബെനിഫിറ്റായി വരുന്നു. ഇപ്പോൾ ഒരു ബ്യൂട്ടി പാർലറിൽ പോയി നമ്മളൊന്ന് ഫേഷ്യൽ ചെയ്ത് വന്നു, അത് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ എന്താ ബ്യൂട്ടി പാർലറിൽ 1000 രൂപയ്ക്ക് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഫേഷ്യൽ ചെയ്തു. അതൊരു സോപ്പോ മാർക്കറോ എടുത്ത് കാണിക്കുന്നത് പോലെ എടുത്ത് കാണിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സർവീസസ് നോർമലി എങ്ങനെയാണ്? ഇൻടാഞ്ചിബിൾ ആണ്. നമ്മുടെ പ്രോഡക്റ്റും
സർവീസും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസവും അത് തന്നെയാണ്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഫിസിക്കൽ ഷേപ്പുള്ള ഒരു തിങ് ആണ്. എന്നാൽ സർവീസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. നമ്മൾക്ക് ബെനിഫിറ്റ്സ് തരുന്ന അല്ലെങ്കിൽ യൂട്ടിലിറ്റീസ് തരുന്ന, നമ്മൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു വസ്തുവാണ് സർവീസ്. അത് ഒരു സേവനമാണ്, നമ്മൾക്കത് എൻജോയ് ചെയ്യാൻ കഴിയും. ദെൻ രണ്ടാമതായി പറയുന്നത് ഹെറ്ററോജെനിറ്റിയാണ്. പ്രോഡക്ട്സിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് അത് ടാഞ്ചിബിൾ ആണ്, അതേപോലെ തന്നെ ഹോമോജീനസ് ആണ്. ഇപ്പോൾ എല്ലാ പ്രോഡക്റ്റ്, ഇപ്പോൾ ഒരു കാറ്റഗറിയിൽ വരുന്ന പ്രോഡക്റ്റ് എല്ലാം സെയിം രീതിയിലുള്ളതായിരിക്കും. എന്നാൽ സർവീസ് അങ്ങനെയല്ല, ഹെറ്ററോജീനസ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന സമയത്ത് അവിടെ 2-3 പേര് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ 3 പേരും ഓർഡർ ചെയ്യുന്ന ഫുഡ് ചിലപ്പോൾ 3 തരത്തിലുള്ളതായിരിക്കും. ഒരേ ഫുഡ് തന്നെ പല രീതിയിലായിരിക്കും ആളുകൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ചായയാണ് അവർ വന്ന് ആവശ്യപ്പെടുന്നത്. ഒരാൾക്ക് ചിലപ്പോൾ മധുരമുള്ള ചായ ആയിരിക്കും, ഒരാൾക്ക് മധുരമില്ലാത്തതായിരിക്കും, ഒരാൾക്ക് കടുപ്പം കൂടിയതായിരിക്കും, ഒരാൾക്ക് കടുപ്പം കുറഞ്ഞതായിരിക്കും, ഒരാൾക്ക് കട്ടൻ ചായ ആയിരിക്കും. അപ്പോൾ ഒരേ പ്രോഡക്റ്റ് പല രീതിയിലാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആ പല രീതിയിൽ ആ സർവീസ് പ്രൊവൈഡർ അവർക്ക് നൽകണം. അപ്പോഴേ നമ്മൾക്ക് കൺസ്യൂമേഴ്സിനെ സാറ്റിസ്ഫൈഡ് ആക്കി നിലനിർത്താൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളുടെ സർവീസസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഹെറ്ററോജെനിറ്റി അല്ലെങ്കിൽ വ്യത്യസ്തത. ഒരു സർവീസ് വേറൊരു സർവീസിൽ നിന്ന് വ്യത്യസ്തമാവും. പ്രൊവൈഡ് ചെയ്യുന്നത് ഒരാൾ തന്നെ ആയിരിക്കും. ഇപ്പോൾ മുടി വെട്ടുന്ന ഒരു കടയിലാണെങ്കിൽ 10 പേര് വന്ന് മുടി വെട്ടുന്നുണ്ടെങ്കിൽ 10 മോഡലിലായിരിക്കും വെട്ടുന്നത്, സെയിം ബാർബർ തന്നെ ആയിരിക്കും. അതാണ് പ്രൊവൈഡർ ഒന്നാണെങ്കിലും സർവീസസ് പലതരത്തിലുള്ളതായിരിക്കും. ദെൻ മൂന്നാമതായി പറയുന്നത് സൈമൾട്ടേനിയസ് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ. പ്രോഡക്റ്റിൻ്റെ കേസിൽ പലപ്പോഴും പ്രോഡക്ട്സ് ആൾറെഡി പ്രൊഡ്യൂസ്ഡ് ആയിരിക്കും. നമ്മൾ മുന്നേ കൂട്ടി ഉൽപ്പാദിപ്പിച്ച് വെച്ച ഉൽപ്പന്നങ്ങളായിരിക്കും വിൽക്കുന്നത്. എന്നാൽ സർവീസിൽ അങ്ങനെയല്ല. ഓർഡർ കിട്ടിയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ പ്രൊഡക്ഷൻ നടത്തുക. ഇപ്പോൾ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് നമ്മളൊരു മസാല ദോശ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ കൊടുത്തതിന് ശേഷമാണ് അവരത് പ്രൊഡ്യൂസ് ചെയ്ത് അതുണ്ടാക്കി നമ്മൾക്ക് കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ ഒരു ഫ്ലൈറ്റ് സർവീസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആദ്യം വിമാന ടിക്കറ്റ് എടുക്കണം, പേയ്മെൻറ്റ് കൊടുത്ത് ടിക്കറ്റ് എടുക്കണം. അതിൻ്റെ ശേഷമാണ് ആ ഫ്ലൈറ്റിലുള്ള യാത്ര നമ്മൾ എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും സൈമൾട്ടേനിയസ് ആയിട്ട്, അതായത് ഒരേ സമയം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ഉപയോഗിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. അല്ലാതെ പ്രൊഡ്യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. പ്രോഡക്ട്സിൻ്റെ കേസിൽ അങ്ങനെയല്ല. കസ്റ്റമേഴ്സ് വന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കടയിൽ നിന്ന് എടുത്തു കൊടുക്കാനുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ആ പ്രോഡക്റ്റ് നമ്മൾക്ക് അവർക്ക് റെഡിയായി സപ്ലൈ ചെയ്യാൻ കഴിയും. എന്നാൽ സർവീസസ് പലപ്പോഴും അങ്ങനെയല്ല. ഓർഡർ കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷമാണ് സർവീസ് എൻജോയ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾ വന്നിട്ട് മധുരമില്ലാത്ത ചായ എന്ന് ഓർഡർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അവർക്ക് നൽകുന്നത്. അപ്പോൾ സൈമൾട്ടേനിയസ് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ, ഒരേ സമയം ഉൽപ്പാദനവും ഉപഭോഗവും നടക്കുന്ന സെക്ടറാണ് സർവീസ് ഇൻഡസ്ട്രി. ദെൻ മൂന്നാമത്തെ ഫീച്ചറായിട്ട് പറയുന്നത് പെരിഷബിലിറ്റിയാണ്. ഓരോ ഫിസിക്കൽ പ്രോഡക്റ്റും നമ്മൾക്ക് ഒരു പ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നീടും ഉപയോഗിക്കാൻ പറ്റും, സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ ഒരു സർവീസ് ഒരിക്കൽ മാത്രമേ നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്ന് നമ്മൾ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് എടുത്തു, ഇന്ന് ട്രാവൽ ചെയ്തു, നാളെ വീണ്ടും ട്രാവൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ വീണ്ടും ടിക്കറ്റ് എടുക്കണം. അല്ലാതെ ഇന്ന് ഞാൻ പകുതി വരെ പോകുന്നുള്ളൂ, ബാക്കി പകുതി നാളെ പോവാം എന്ന് പറഞ്ഞ് നമ്മൾക്ക് സർവീസിനെ ഒരിക്കലും കീപ്പ് ചെയ്യാൻ പറ്റില്ല. അത് പെരിഷബിൾ ആണ്. വൺസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇറ്റ് വിൽ ബി റൂയിൻഡ്. അതായത് ഒരിക്കൽ അത് ഉപയോഗിച്ചു, അതോടെ അത് കഴിഞ്ഞു. പിന്നെ നമ്മൾക്ക് വീണ്ടും അത് ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യേണ്ടി വരും. എന്നാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു ചെയർ വാങ്ങിയാൽ ഇന്നും നമ്മൾക്ക് അതിലിരിക്കാം, നാളെയും നമ്മൾക്ക് അതിലിരിക്കാം. അങ്ങനെയാണ്. അപ്പോൾ പ്രോഡക്ട്സ് പലപ്പോഴും റിപ്പീറ്റഡ് യൂസേജ് ഉള്ളതാണ്, അത്ര പെട്ടെന്ന് പെരിഷ് ചെയ്യുന്നതല്ല. എന്നാൽ സർവീസസ് അങ്ങനെയല്ല. അറ്റ് എ ടൈം നമ്മൾക്ക് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു. ദെൻ വീണ്ടും നമ്മൾ ആ സർവീസ് പേയ്മെൻറ്റ് കൊടുത്ത് അവെയിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയാണ് പ്രോഡക്റ്റും സർവീസും ജസ്റ്റ് ഒരു കമ്പാരിസൺ എന്നുള്ളത് പോലെ. നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഡിഫറൻസ് ഒക്കെ പഠിക്കും. അപ്പോൾ സർവീസ് സെക്ടർ എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഈ സർവീസ് സെക്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൂടി നോക്കണം. 4 ഫീച്ചേഴ്സാണ് പറഞ്ഞത്: ഇൻടാഞ്ചിബിലിറ്റി, ഹെറ്ററോജനിറ്റി, സൈമൾട്ടേനിയസ് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ, അതേപോലെ തന്നെ പെരിഷബിലിറ്റി. നെക്സ്റ്റ് ടോപ്പിക്, ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്.
നമ്മൾ പറഞ്ഞു ഇൻട്രൊഡക്ഷൻ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, പ്രോഡക്ട്സ് എന്ന് പറയുന്നത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ടാഞ്ചിബിൾ പ്രോഡക്ട്സ് ആണ്, അതായത് തിങ്സ് ആണ്. എന്നാൽ സർവീസസ് എന്ന് പറയുന്നത് നമ്മൾക്കൊരു ഫീലിംഗ് ആണ് തരുന്നത്. നമ്മൾ പൈസ കൊടുത്ത് ആ സർവീസ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മൾക്ക് അതിൻ്റെ ആ അനുഭവിച്ചറിയുന്ന ആ ഇമോഷൻസിലൂടെയാണ്. അപ്പോൾ പ്രോഡക്ട്സ് ആൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത് വെച്ച് നമ്മൾ കൺസ്യൂമേഴ്സിന് ഓഫർ ചെയ്യുന്നതാണ്. അവർക്ക് അവരുടെ ഇഷ്ടമുള്ള പ്രോഡക്റ്റ് നോക്കി സെലക്ട് ചെയ്ത് വാങ്ങി ഉപയോഗിക്കാം. എന്നാൽ സർവീസസ് അങ്ങനെയല്ല, സൈമൾട്ടേനിയസ് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ആണ്. ഓർഡറിനനുസരിച്ചാണ് നമ്മൾ സർവീസസ് പ്രൊഡ്യൂസ് ചെയ്ത് ഓഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ദേ ആർ ഡിഫറെൻറ്റ് ഫ്രം വൺ കസ്റ്റമർ ടു അനദർ. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒരു പേഷ്യൻ്റ് എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ ഒരു പനിയായിട്ട് ഒരാൾ ചെന്ന് അയാളുടെ അവസ്ഥ നോക്കിയാണ് ഡോക്ടർ അയാൾക്ക് മരുന്നുകൾ നൽകുന്നത്. എന്നാൽ അതേപോലെ വേറൊരാൾ ചെല്ലുന്ന സമയത്ത് അയാളുടെ ഫിസിക്കൽ കണ്ടീഷൻസിനനുസരിച്ചിട്ടുള്ള മരുന്നുകളാണ് അയാൾക്ക് നൽകുക. അപ്പോൾ രണ്ടുപേർക്കും പനിയാണ് എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ചില ആൾക്കാരെ അഡ്മിറ്റ് ചെയ്യും, ചില ആളുകൾക്ക് മരുന്ന് കൊടുത്തു വിടും. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ്, ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ കസ്റ്റമർക്കും വ്യത്യസ്തമായ സർവീസുകളാണ് സർവീസ് പ്രൊവൈഡേഴ്സ് നൽകുന്നത്. അതല്ലാതെ എല്ലാവർക്കും ഒരേപോലെ എന്നുള്ളതല്ല. അപ്പോൾ നമ്മളൊരു കടയിൽ ചെന്ന് ഇപ്പോൾ ഒരു പാക്കറ്റ് പാല് വാങ്ങുകയാണെങ്കിൽ എല്ലാവരും ആ ഒരു പാക്കറ്റ് പാല് വാങ്ങിക്കുന്നു. എന്നാൽ സർവീസസിൽ അങ്ങനെയല്ല. കസ്റ്റമേഴ്സിൻ്റെ കണ്ടീഷൻസിനനുസരിച്ച് സർവീസ് പ്രൊവൈഡേഴ്സ് സർവീസസിൻ്റെ നാച്ചുറലും വ്യത്യാസമുണ്ടായിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു പ്രോഡക്റ്റ് ഫസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ആണ്, ദെൻ ഓഫേർഡ് ഫോർ സെയിലാണ്. പക്ഷേ സർവീസസിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ അടുത്ത് ചെന്നിട്ടാണെങ്കിലും നമ്മൾ പറയുന്നതിനനുസരിച്ച് അവർ ചെയ്തു തരാണ് ചെയ്യുന്നത്. കസ്റ്റമർ അവരുടെ സ്പെസിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതിനനുസരിച്ച് സർവീസ് പ്രൊവൈഡർ സർവീസ് ചെയ്തു തരുന്നു. അതേപോലെ തന്നെ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് വരുന്ന സമയത്ത് പ്രോഡക്റ്റിൻ്റെ ഒക്കെ ആണെങ്കിൽ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് വരുമ്പോൾ മാക്സിമം പ്രോഡക്റ്റ് വിറ്റ് നമ്മൾക്ക് അതിൽ നിന്ന് മാക്സിമം ലാഭം ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ സർവീസിൽ അങ്ങനെയല്ല. ഡിമാൻഡ് കൂടി എന്ന് വിചാരിച്ച് നമ്മൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ സർവീസ് പ്രൊവൈഡിങ് കപ്പാസിറ്റി വളരെ പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സിംലയിലൊക്കെ അവിടെ വിൻ്റർ സീസണിൽ ഹോട്ടൽസിന് ഡിമാൻഡ് വളരെ കുറവായിരിക്കും. സമ്മർ സീസണിൽ ഫുൾ റൂമുകളും ബുക്ക്ഡ് ആയിരിക്കും. അത് വിചാരിച്ചിട്ട് നമുക്ക് സമ്മർ സീസണിലേക്ക് അഡീഷണൽ റൂം ഉണ്ടാക്കാനും പറ്റില്ല, വിൻ്റർ സീസണിൽ റൂമുകളുടെ എണ്ണം കുറയ്ക്കാനും പറ്റില്ല. അവിടെ അവൈലബിൾ ആയ ആ ഫെസിലിറ്റി ഉപയോഗിച്ച് നമ്മൾക്ക് മാക്സിമം സർവീസ് പ്രൊവൈഡ് ചെയ്യാനേ കഴിയുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കൊറോണ സമയത്തൊക്കെ പാൻഡമിക് ഡിസീസുകൾ വരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ ലഭ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് വളരെ പെട്ടെന്ന് നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയില്ല, അതേപോലെ തന്നെ ചുരുക്കാനും കഴിയില്ല. അപ്പോൾ ഈ പ്രോഡക്റ്റും സർവീസസും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ചില ഫീച്ചേഴ്സ് വെച്ച് നോക്കാം. ടാഞ്ചിബിലിറ്റി, ഹെറ്ററോജിനിറ്റി, സെപ്പറബിലിറ്റി ഓഫ് മാർക്കറ്റ് ഓഫറിംഗ്, പെരിഷബിലിറ്റി, റീസെയിൽ ഓർ റിട്ടേൺ, കസ്റ്റമൈസേഷൻ, ഇവാലുവേഷൻ ഓഫ് ഇറ്റ്സ് വാണ്ട് സാറ്റിസ്ഫൈയിങ് എബിലിറ്റി. ഇങ്ങനെ ഇത്രയും ബേസസ് വെച്ചാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് പ്രോഡക്റ്റിനെയും സർവീസിനെയും. അപ്പോൾ ഫസ്റ്റ് ബേസ് എന്താ പറഞ്ഞത്, ടാഞ്ചിബിലിറ്റി. പ്രോഡക്റ്റ് എങ്ങനെയാണ്, ടാഞ്ചിബിൾ ആണ്, നമ്മൾക്ക് ടച്ച് ആൻഡ് സീൻ കഴിയും, തൊട്ട് നോക്കാനും കാണാനും കഴിയും. സർവീസസ് എങ്ങനെയാണ്, ഇൻടാഞ്ചിബിൾ ആണ്, നമുക്ക് തൊട്ട് നോക്കാനോ കാണാനോ ഒന്നും കഴിയില്ല, നമ്മൾക്ക് ഫീൽ ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. ദെൻ ഹെറ്ററോജിനിറ്റി, വ്യത്യസ്തത. പ്രോഡക്ട്സ് പലപ്പോഴും ഹോമോജീനസ് ഇൻ നാച്ചറാണ്, അതുകൊണ്ട് തന്നെ അതിന് നമ്മൾക്കൊരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരാൻ പറ്റും. എന്നാൽ സർവീസസ് അങ്ങനെയല്ല, ഹെറ്ററോജീനസ് ആണ്. ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അവരുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് സർവീസ് പ്രൊവൈഡിങ്ങിൻ്റെ ഫീച്ചേഴ്സിലും വ്യത്യാസമുണ്ടാവും. ദെൻ സെപ്പറബിലിറ്റി ഓഫ് മാർക്കറ്റ് ഓഫറിങ്സ്, അതായത് പ്രോഡക്ട്സ് വാങ്ങിയതിന് ശേഷം നമ്മൾക്ക് അത് പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾക്ക് അതിൻ്റെ ഓണർഷിപ്പ് നമ്മൾക്ക് കിട്ടുന്നു, അത് സെല്ലറിൽ നിന്ന് ബയറിലേക്ക് എത്തുന്നു, സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. സർവീസ് അങ്ങനെയാണോ? അല്ല. നമ്മൾക്ക് പേയ്മെൻറ്റ് കൊടുക്കാം, സർവീസ് ഉപയോഗിക്കാൻ നമ്മൾ പോരുന്നു. സർവീസ് പ്രൊവൈഡർ അവിടെ തന്നെ നിൽക്കുകയാണ്. ആ സർവീസ് ചെയ്യാനുള്ള ആ റൈറ്റും അതിനുള്ള കപ്പാസിറ്റിയും ഒക്കെ അയാളിൽ തന്നെയാണ്. അത് നമ്മൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സർവീസ് പ്രൊവൈഡറിൽ നിന്ന് അല്ലെങ്കിൽ പ്രൊഡ്യൂസറിൽ നിന്ന് വേർപിരിച്ച് കൊണ്ടുവരാൻ കഴിയില്ല. ദെൻ പെരിഷബിലിറ്റിയാണ്. പ്രോഡക്ട്സ് ഒരിക്കലും പെട്ടെന്ന് പെരിഷബിൾ അല്ല, അത് നമുക്ക് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ സർവീസ് അങ്ങനെയല്ല, നമ്മൾക്ക് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാൻ കഴിയില്ല.
ദെൻ റീസെയിൽ ഓർ റിട്ടേൺ ആണ്. വാങ്ങിച്ച വസ്തുക്കൾ തിരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ വേറൊരാൾക്ക് വിൽക്കുകയോ ചെയ്യാൻ പറ്റുമോ? പ്രോഡക്ട്സിൻ്റെ കേസിൽ അങ്ങനെ കഴിയും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങി നമ്മൾക്കത് വിചാരിച്ചതുപോലെ സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ നമ്മൾക്കത് ഒന്നുകിൽ ആ കടയിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വേറൊരാൾക്ക് അത് റീസെയിൽ നടത്താം, മറ്റൊരാൾക്ക് വിൽക്കാം. എന്നാൽ നമ്മൾ എൻജോയ് ചെയ്ത സർവീസുകൾ നമ്മൾ ഒരിക്കലും തിരിച്ചു കൊടുക്കാനോ മറ്റൊരാൾക്ക് വിൽക്കാനോ കഴിയുന്നതല്ല. യൂട്ടിലിറ്റി ഡിസ്ട്രോയിഡ് ആണ്, നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞു, പിന്നെ അത് നമ്മൾക്ക് വേറൊരാൾക്ക് റീസെയിൽ ചെയ്യാനോ റിട്ടേൺ ചെയ്യാനോ കഴിയില്ല. പിന്നെ കസ്റ്റമൈസേഷൻ, പ്രോഡക്ട്സിൽ കസ്റ്റമൈസേഷൻ ലിമിറ്റഡ് ആണ്. കാരണം പലപ്പോഴും ആൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് ആയിരിക്കും നമ്മൾ പോയി വാങ്ങിക്കുന്നത്. എന്നാൽ സർവീസിൽ അങ്ങനെയല്ല. നമ്മൾക്ക് ആ സർവീസ് ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്പെസിഫിക്കേഷൻസ്, കസ്റ്റമറിന് എന്തൊക്കെയാണ് ആവശ്യങ്ങളുള്ളത് എന്ന് നമ്മൾക്ക് ആ സർവീസ് പ്രൊവൈഡറോട് പറയാൻ കഴിയും. അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ല, ഇപ്പോൾ ഹെയർ ഡ്രസ്സിംഗ് ഒക്കെ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും മുടി വെട്ടുന്നതും ഹെയർ സ്റ്റൈലിസ്റ്റ് അവരെ സ്റ്റൈൽ ചെയ്യുന്നത്. ദെൻ ഇവാലുവേഷൻ ഓഫ് ഇറ്റ്സ് വൺ സാറ്റിസ്ഫൈയിങ് എബിലിറ്റി. നമ്മൾക്ക് ഒരു അസംതൃപ്തമായ ആവശ്യം ഉണ്ടാവുമ്പോഴാണ് നമ്മൾ പൈസ കൊടുത്ത് ഒരു പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുകയോ ഒരു സർവീസ് പോയി അതിൻ്റെ യൂട്ടിലിറ്റി എൻജോയ് ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ സാറ്റിസ്ഫാക്ടറി ലെവൽ അല്ലെങ്കിൽ നമ്മൾക്ക് ആ വാണ്ട് സാറ്റിസ്ഫൈഡ് ആയോ എന്നുള്ളത് വളരെ വേഗം നമ്മൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയും, അതിൻ്റെ മൂല്യനിർണ്ണയം നടത്താൻ കഴിയും. എന്നാൽ സർവീസിൽ പലപ്പോഴും ഇവാലുവേഷൻ എന്ന് പറയുന്നത് കോംപ്ലിക്കേഷൻ ആണ്. കാരണം എത്രമാത്രം യൂട്ടിലിറ്റി നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടി എന്ന് നമ്മൾക്ക് വളരെ പെട്ടെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഭക്ഷണം കഴിക്കുക, പ്രോഡക്റ്റ് വാങ്ങുകയാണ്, നമ്മൾ ആ പ്രോഡക്റ്റ് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുക, ഒരു ഡ്രസ്സായിക്കോട്ടെ ഫുഡായിക്കോട്ടെ, അത് വാങ്ങുമ്പോൾ നമ്മൾക്ക് അതിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ടറി ലെവൽ നമുക്ക് പറയാൻ കഴിയും. എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങി, എനിക്ക് നന്നായി ചേരുന്നുണ്ട്, നല്ല ഡ്രസ്സാണ്, നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. എന്നാൽ നമ്മൾക്കിപ്പോൾ ഒരു വയറുവേദന വന്നു, ഡോക്ടറുടെ അടുത്ത് പോയി മരുന്ന് വാങ്ങിക്കഴിച്ചു ഉടനെ ആ വയറുവേദന മാറൊന്നുമില്ല, അത്ര പെട്ടെന്ന് സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടില്ല, അതിന് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഓരോന്നിൻ്റെയും ഇവാലുവേഷൻ നടത്തുന്ന സമയത്ത് സർവീസസിൻ്റെ വാണ്ട് സാറ്റിസ്ഫൈങ്, അവരുടെ ആവശ്യം എത്രമാത്രം സംതൃപ്തമാക്കപ്പെട്ടു എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. പ്രോഡക്ട്സിൽ അങ്ങനെയല്ല, നമ്മൾക്ക് സാറ്റിസ്ഫാക്ടറി ലെവൽ വളരെ വേഗം ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് ടോപ്പിക്, ഇൻ്റർ ഡിപ്പെൻഡൻസ് ഓഫ് പ്രോഡക്റ്റ് ആൻഡ് സർവീസ്. ഇപ്പോൾ പ്രോഡക്ട്സിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു, സർവീസസിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും വ്യത്യസ്തമാണെങ്കിൽ കൂടി ഇന്നത്തെ മാർക്കറ്റിങ്ങിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു ഫിനോമിനൻ എന്ന് പറയുന്നത് പ്രോഡക്ട്സ് ആർ ഓഫേർഡ് വിത്ത് സർവീസസ്. കാരണം പല പ്രോഡക്ട്സും ഓഫർ ചെയ്യുന്ന മാനുഫാക്ചറേഴ്സിന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്, വെറുതെ പ്രോഡക്ട്സ് മാത്രം കൺസ്യൂമേഴ്സിന് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് സാറ്റിസ്ഫൈഡ് ആയ കൺസ്യൂമേഴ്സിനെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ബ്രാൻഡ് ലോയൽ കൺസ്യൂമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. കാരണം അവർക്ക് വെറും പ്രോഡക്ട്സ് മാത്രം പോരാ, അവർക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ കിട്ടുന്നുണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ പ്രോഡക്ട്സിൻ്റെ കൂടെ സർവീസസ് കൂടെ വേണം. അത് മനസ്സിലാക്കിയപ്പോഴാണ് ഇപ്പോൾ ഓരോ ടൈപ്പ്, ഇപ്പോൾ ഹോം അപ്ലയൻസസ് ആണെങ്കിലും ഏത് തരം പ്രോഡക്റ്റ് ആണെങ്കിലും മാനുഫാക്ചറേഴ്സ് കൺസ്യൂമേഴ്സിന് ഓഫർ ചെയ്യുന്നതിൻ്റെ കൂടെ ആ പ്രോഡക്ട്സിൻ്റെ കൂടെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉള്ള മാനുവൽസ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ സ്പെഷ്യാലിറ്റീസ്, ഇതിനെക്കുറിച്ചൊക്കെ കസ്റ്റമേഴ്സിന് കൃത്യമായി മനസ്സിലാകുന്ന രീതിയിലുള്ള കാറ്റലോഗുകൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായി സപ്ലൈ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സർവീസ് ക്ലോസും വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ 2 വർഷത്തെ ഗ്യാരണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രീ റിപ്പയറിംഗ് സർവീസ് ആവാം, അല്ലെങ്കിൽ വാറണ്ടി ആവാം. എന്താണെങ്കിലും ഒരു സർവീസ് ക്ലോസ് കൂടെ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് പല പ്രോഡക്റ്റും ഇപ്പോൾ മാനുഫാക്ചറേഴ്സ് കൺസ്യൂമേഴ്സിന് ഓഫർ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ ഇപ്പോൾ പലപ്പോഴും ഓരോ രീതിയിലുള്ള, ഇപ്പോൾ നമ്മൾ ഹൗസ് ഓർഡർ ചെയ്യുകയാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കൃത്യമായി പറയുന്ന രീതിയിൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽസ് ആണ്, അവിടെ ഹെൽത്ത് കെയർ സർവീസാണ് നൽകുന്നത്. അപ്പോൾ ആ ഹെൽത്ത് കെയർ സർവീസ് നൽകുന്ന സമയത്ത് അതിൽ ടാഞ്ചിബിൾ പ്രോഡക്ട്സ് ഉണ്ട്, ഇൻടാഞ്ചിബിൾ സർവീസും ഉണ്ട്. ഓപ്പറേഷൻ ഇൻസ്ട്രുമെൻറ്റ്സ്, ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സ്, മെഡിസിൻസ്, ഹോസ്പിറ്റൽ ബിൽഡിങ്സ്, ഇതൊക്കെ നമ്മൾക്ക് കാണാൻ കഴിയും. അവിടെ നിന്ന് കിട്ടുന്ന സേവനങ്ങളാണ് നമ്മൾക്ക് കാണാൻ കഴിയാത്തത്. അപ്പോൾ പ്രോഡക്ട്സ് ആൻഡ്
സർവീസസ് ആർ ഇൻ്റഗ്രേറ്റഡ്, അവ തമ്മിൽ പരസ്പരം ഒരു കണക്ഷൻ ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഹോട്ടൽസ് ആണെങ്കിലും അവിടെ കിച്ചൺ നമ്മൾക്ക് കാണാം, അവിടെയുള്ള പ്ലേറ്റ്സോ എക്യുപ്മെൻറ്റ്സോ ഫർണിച്ചേഴ്സോ ഒക്കെ കാണാം. എന്നാൽ അവിടെ നിന്ന് കിട്ടുന്ന സർവീസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ആ കിട്ടുന്ന യൂട്ടിലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റിയാണ്. ദെൻ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കോംപ്ലിമെൻ്ററി നാച്ചർ ഓഫ് സർവീസ്, ഇപ്പോൾ ഈ പ്രോഡക്റ്റും ഇപ്പോൾ ഇതന്നെ ഇൻ്റഗ്രേറ്റഡ് എന്നുള്ളതിനെ തന്നെ വേറൊരു രീതിയിൽ പറയുന്നു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് അതിൽ പറയുന്നുണ്ട് മാനുഫാക്ചറിങ് ബേസ്ഡ് ഇൻഡസ്ട്രീസ്, ഓട്ടോമൊബൈൽസും കമ്പ്യൂട്ടേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റോൾ ഓഫ് സർവീസ്. അവർ കൃത്യമായി ഫ്രീ റീപ്ലേസ്മെൻറ്റ്, ഫ്രീ സർവീസുകൾ നമ്മുടെ വീട്ടിലെത്തി വേണമെങ്കിൽ സർവീസ് ചെയ്ത് തരും. അങ്ങനെയുള്ള പ്രൊവിഷൻസ് അവരുടെ പ്രോഡക്ട്സിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ നല്ല നല്ല ഹോട്ടൽസൊക്കെ ആണെങ്കിൽ അവിടെ അത്രയും കംഫർട്ടായ രീതിയിൽ കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യാൻ വേണ്ടി നല്ല നീറ്റായിട്ടുള്ള റൂമുകൾ, അതിലുള്ള ടവൽസ്, റിഫ്രഷിങ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ദെൻ പുതിയ സോപ്പ്, അങ്ങനെയുള്ള ടോയ്ലറ്ററീസൊക്കെ പുതിയ പുതിയ ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങൾ വയ്ക്കുക. അങ്ങനെയുള്ള സർവീസുകൾ ആൻസിലറി സർവീസാണ് അതൊക്കെ. അവരുടെ ആ മെയിൻ സർവീസിൻ്റെ കൂടെ ഇത്തരം ചെറിയ ചെറിയ പ്രോഡക്റ്റ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഇവ തമ്മിലുള്ളൊരു ഇൻ്റഗ്രേഷനും ഉണ്ട്, കസ്റ്റമേഴ്സിന് കൃത്യമായി സാറ്റിസ്ഫാക്ഷനും കിട്ടും. അപ്പോൾ പലപ്പോഴും സ്ഥാപനങ്ങൾ ഇത് മിക്സ് ചെയ്താണ് നൽകുന്നത്. അപ്പോൾ ബാങ്കുകളാണെങ്കിൽ ATM ഫെസിലിറ്റി നമ്മൾക്കുള്ള സർവീസാണ്. അതേപോലെ തന്നെ പല TV ചാനലുകളും ഡിജിറ്റൽ ട്രാൻസ്മിഷൻ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. ദെൻ എയർലൈൻസ് ഏറ്റവും നല്ല രീതിയിലുള്ള കംഫർട്ടബിളായ എയർപ്ലെയിൻസ് ഉപയോഗിക്കുക. അങ്ങനെയുള്ള പ്രോഡക്റ്റ് ആൻഡ് സർവീസ് ഇൻ്റഗ്രേഷൻ ഇന്ന് മോഡേൺ മാർക്കറ്റിങ്ങിൽ ഏറ്റവും ഫെമിലിയർ ആണ്. അല്ലെങ്കിൽ അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് സക്സസ് ആയി നിലനിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ തിയോഡോർ ലെവിറ്റ് എന്ന് പറയുന്ന മാർക്കറ്റിംഗ് എക്സ്പെർട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഇൻ ആൾമോസ്റ്റ് എവറി ടാഞ്ചിബിൾ പ്രോഡക്റ്റ് ഓർ ഫിസിക്കൽ പ്രോഡക്റ്റ് ആൻഡ് ഇൻടാഞ്ചിബിൾ സർവീസ് കോമ്പോണൻറ്റ് ഈസ് അസോസിയേറ്റഡ്, ദെർഫോർ എവറിബഡി ഈസ് ഇൻ സർവീസ്. എല്ലാ പ്രോഡക്റ്റിലും നമ്മൾക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ള ഫിസിക്കൽ ഫോർമാറ്റുള്ള ഏത് പ്രോഡക്റ്റിലും ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു സർവീസ് എലമെൻ്റ് കൂടി ആഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റ് ഓഫർ ചെയ്യുന്നവരും എല്ലാ ആളുകളും സർവീസ് പ്രൊവൈഡേഴ്സ് ആണ്, അവരും സേവനം ചെയ്യുന്നുണ്ട് എന്നാണ് തിയോഡോർ ലെവിറ്റ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ വ്യത്യസ്ത വ്യൂ പോയിന്റുകളിലൂടെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ പ്രോഡക്റ്റും സർവീസും തമ്മിലുള്ള റിലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 5 കാറ്റഗറിയിലുള്ള റിലേഷനാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഏറ്റവും ആദ്യമായി പറയുന്നത് പ്യുവർ ഇൻടാഞ്ചിബിൾ ഗുഡ്സ് ഓൺലി, അതേപോലെ തന്നെ പ്യുവർ ടാഞ്ചിബിൾ ഗുഡ്സ് ഓൺലി. പല രീതിയിൽ നമ്മൾ പ്രോഡക്ട്സ് ആൻഡ് സർവീസസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന്, കൃത്യമായി ടാഞ്ചിബിളായ വസ്തുക്കൾ. ഇപ്പോൾ സോപ്പ്, പേസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ടാഞ്ചിബിലിറ്റിയിൽ നമ്മൾക്ക് അതിനെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് പ്രത്യേകിച്ച് സേവനങ്ങളോ ഒന്നും ലഭിക്കാറില്ല. അവിടെ പ്രോഡക്ട്സ് ഓൺലിയാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ടാഞ്ചിബിൾ ഗുഡ്സ് വിത്ത് സർവീസസ്, അവരുടെ അക്കമ്പനിയിങ് സർവീസസ്. അതിൻ്റെ കൂടെ ടാഞ്ചിബിൾ ഗുഡ്സിൻ്റെ കൂടെ എന്തുകൂടെ കിട്ടുന്നു, കുറച്ച് സേവനങ്ങൾ കൂടി നമ്മൾക്ക് ലഭിക്കുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു റിപ്പയേഴ്സ്, മെയിൻ്റനൻസ്, വാറണ്ടി, ഫ്രീ സർവീസ്, അങ്ങനെ കുറേ സേവനങ്ങൾ നമ്മൾ പ്രോഡക്റ്റ്സ് വാങ്ങുന്ന സമയത്ത്, ഇപ്പോൾ TVയോ വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ ഓട്ടോമൊബൈൽസോ അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ആൻസിലറി സർവീസ്. അപ്പോൾ ആദ്യത്തെ കാറ്റഗറി വെറും പ്രോഡക്ട്സ്, ടാഞ്ചിബിൾ പ്രോഡക്ട്സ് ഓൺലി. രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത് പ്രോഡക്ട്സ് പ്ലസ് അക്കമ്പനിയിങ് സർവീസസ്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഹൈബ്രിഡ് ആണ്. പ്രോഡക്ട്സും സേവനങ്ങളും ഏകദേശം തുല്യമായി ഒപ്പത്തിനൊപ്പം വരുന്നത് പോലെയുള്ളത്. ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സിൽ പോയി കഴിയുന്ന സമയത്ത് നമ്മൾക്ക് ആ ഫുഡ് നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നത്, നമ്മൾക്ക് അവിടെ സേവനവുമുണ്ട് പ്രോഡക്റ്റുമുണ്ട്, നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റുമുണ്ട്. ആ പ്രോഡക്റ്റ് ടാഞ്ചിബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കുന്നുമുണ്ട്. അങ്ങനെ ഹൈബ്രിഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഉണ്ട്. ദെൻ നാലാമതായി പറയുന്നത് മേജർ സർവീസ് വിത്ത് മൈനർ ഗുഡ്സ്. ചില പ്രോഡക്ട്സ്, അതായത് ചില സർവീസുകൾ എന്ന് പറയുന്നത് അവിടെ സർവീസിനാണ് പ്രാധാന്യം, പക്ഷെ അതിൻ്റെ കൂടെ ചെറിയ ചെറിയ ചില ഗുഡ്സ് കൂടി നമ്മൾ ആ യൂസേഴ്സിന് നൽകുന്നുണ്ട്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ആ കംഫർട്ട് ട്രാവലാണ് നമ്മൾക്ക് കിട്ടുന്ന സർവീസ്. അതിൻ്റെ കൂടെ ആ യാത്രക്കാർക്കുള്ള ഭക്ഷണവും നൽകാറുണ്ട്. അപ്പോൾ ആ ഫുഡ് ആൻഡ് അതർ
അപ്പോൾ ഫേസ് വാഷ് ചെയ്യാനുള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾക്ക് ടിഷ്യൂ പേപ്പറുകളോ അങ്ങനെയുള്ള ചെറിയ ചെറിയ ചില പ്രോഡക്ട്സും നമ്മൾക്ക് നൽകാറുണ്ട്. സ്നാക്സോ അങ്ങനെയുള്ള ലിക്വിഡ്സോ ഡ്രിങ്ക്സോ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ സർവീസാണ് മെയിൻ, പക്ഷെ അതിൻ്റെ കൂടെ എന്തുകൂടെ കൊടുക്കുന്നു? മൈനർ ഗുഡ്സ് കൂടി കൊടുക്കുന്നു. ദെൻ ലാസ്റ്റിൽ വരുന്ന സെക്ടർ എന്ന് പറയുന്നത് പ്യുവർ സർവീസ് സെക്ടറാണ്. അവിടെ എന്തില്ല? ടാഞ്ചിബിൾ പ്രോഡക്ട്സിനല്ല പ്രാധാന്യം, സർവീസിനാണ് പ്രാധാന്യം. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ സൈക്കോ തെറാപ്പി, ബേബി സിറ്റിംഗ്, ബാങ്കിങ്, ഇൻഷുറൻസ് അങ്ങനെയൊക്കെയുള്ള മേഖലകൾ. അപ്പോൾ 5 കാറ്റഗറി ആയി നമ്മൾ ഇവ തമ്മിലുള്ള റിലേഷൻ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. പിന്നെ ചില ഇൻഡസ്ട്രികളെ നമ്മൾ അവരുടെ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് സ്പെഷ്യലൈസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഒന്ന് എക്യുപ്മെൻറ്റ് ബേസ്ഡ് സർവീസസ്. ഇതിൽ എക്യുപ്മെൻറ്റ്സിനാണ് പ്രാധാന്യം. അവർ സർവീസ് പ്രൊവൈഡേഴ്സാണ്. അവിടെ ഇൻഡിവിജ്വൽസിനേക്കാൾ കൂടുതൽ ആർക്കാണ് പ്രാധാന്യം? എക്യുപ്മെൻറ്റ്സിനാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത് ഓട്ടോമാറ്റിക് കാർ വാഷിംഗ്, റിപ്പയറിംഗ് എക്സെട്ര. എന്നാൽ ചില സർവീസുകൾ എങ്ങനെയാണ്? പീപ്പിൾ ബേസ്ഡ് സർവീസ് ഉണ്ട്. അവിടെ വ്യക്തികൾക്കാണ് പ്രാധാന്യം. അക്കൗണ്ടിങ് സർവീസസ്, ബാങ്കിങ്, പ്രൊഫഷണൽ അഡ്വൈസർ ഒക്കെ. അപ്പോൾ അവിടെ വ്യക്തികളാണ് സേവനം കൂടുതലായി നൽകുന്നത്. എക്യുപ്മെൻറ്റ് ബേസ്ഡിലെ വ്യക്തികളെക്കാൾ കൂടുതൽ മെഷീനറിയാണ് നമ്മൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ വേറൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സർവീസ് റിക്വയറിംഗ് പ്രസൻസ് ഓഫ് ക്ലയൻസ്. നമ്മൾക്ക് ചില സേവനങ്ങൾ നൽകുമ്പോൾ ആ സേവനം ലഭിക്കുന്ന വ്യക്തി അവിടെ വേണം എന്നുള്ളത് നിർബന്ധമാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ സർജറി നടത്തുന്ന സമയത്ത് പേഷ്യൻ്റ് അവിടെ ഫിസിക്കലി ഉണ്ടായിരിക്കണം. ഹെയർ കട്ടിംഗ് സലൂണിൽ ആ ക്ലയൻ്റ് അവിടെ അയാളുടെ ഫിസിക്കൽ പ്രസൻസ് ആവശ്യമാണ്. എന്നാൽ ചില സർവീസ് പ്രൊവൈഡിങ് ഇൻഡസ്ട്രികൾക്ക് ക്ലയൻറ്റിൻ്റെ പ്രസൻസ് ആവശ്യമില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാങ്കിങ്, അതേപോലെ തന്നെ ഇൻഷുറൻസിലൊക്കെ ഇപ്പോൾ അവരുടെ സേവനങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അവിടെ ക്ലയൻറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ അക്കൗണ്ടിൽ നിന്ന് പൈസയൊക്കെ കട്ടായി പോവില്ലേ, നമ്മൾ പോയി പൈസ കൊണ്ടുപോയി അടയ്ക്കേണ്ട ആവശ്യമൊന്നും ഇപ്പോൾ വരുന്നില്ല. ദെൻ സർവീസസ് മീറ്റിംഗ് പേഴ്സണൽ നീഡ്സ്. വ്യക്തിപരമായ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെലിഫോണ്, ക്രെഡിറ്റ് കാർഡ്സ് തുടങ്ങിയത്. അതേപോലെ സർവീസ് മീറ്റിംഗ് ബിസിനസ് നീഡ്സ്. വ്യക്തികളുടെ ആവശ്യങ്ങളെക്കാൾ കൂടുതൽ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അതായത് ടെക്നിക്കൽ കൺസൾട്ടൻസികൾ, കോൾ സെൻറ്റേഴ്സ്, അവരുടെ സർവീസുകളൊക്കെ ബിസിനസ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതാണ്. ദെൻ വേറൊരു കാറ്റഗറി സർവീസ് പ്രൊവൈഡേഴ്സ് വിത്ത് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ഒബ്ജക്റ്റീവ്. ചില സ്ഥാപനങ്ങൾ ലാഭമുണ്ടാക്കാൻ വേണ്ടി സർവീസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റൽസൊക്കെ സർവീസാണ് എന്ന് പറഞ്ഞാൽ കൂടി ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസൊക്കെ അവർ ലാഭമുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾക്ക് മാക്സിമം സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്ത് തരും, പക്ഷെ അതിൻ്റെ കൂടെ അവർ അവരുടെ ആ കൊമേഴ്സ്യൽ ഒബ്ജക്റ്റീവ് കൂടി അച്ചീവ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നാൽ ചില സ്ഥാപനങ്ങൾ സേവനം ചെയ്യുന്നത് ലാഭമുണ്ടാക്കാൻ വേണ്ടിയല്ല. ഇപ്പോൾ വ്യക്തികൾക്ക് വിശ്രമിക്കാനുള്ള ഫെസിലിറ്റി നൽകുന്ന ചില വഴിയോര ആശ്രമങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള റെസ്റ്റ് ഷെൽട്ടേഴ്സ്, അതൊക്കെ അവർ സേവനം നൽകാൻ വേണ്ടി മാത്രം സർവീസ് ചെയ്യുന്ന ആളുകളാണ്. ദെൻ സർവീസ് എൻ്റർപ്രൈസസ് അണ്ടർ പ്രൈവറ്റ് സെക്ടർ ആൻഡ് പബ്ലിക് സെക്ടർ. 2 രീതിയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. ഗവൺമെൻറ് അണ്ടർടേക്കിങ്സും അതേപോലെ തന്നെ പ്രൈവറ്റ് അണ്ടർടേക്കിങ്സും. ഇപ്പോൾ എയർപ്ലെയിൻ സർവീസിന് പ്രൈവറ്റ് എയർപ്ലെയിൻ സർവീസുകളുണ്ട്, എയർലൈൻസ് ഉണ്ട്. ഇപ്പോൾ ബസ് സർവീസ് നോക്കുക, ട്രാൻസ്പോർട്ടേഷൻ, KSRTC ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ആണ്. അതേപോലെ പ്രൈവറ്റ് ബസ്സുകൾ പ്രൈവറ്റ് ഓണേഴ്സ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ സർവീസ് സെക്ടറിൽ പല ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. പല രീതിയിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുണ്ട്. ഓണർഷിപ്പിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാം, സർവീസിൻ്റെ നാച്ചറിൻ്റെ ബേസിലും എല്ലാം നമ്മൾക്ക് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയൊക്കെ ആണെങ്കിലും പ്രോഡക്റ്റും സർവീസും തമ്മിൽ നല്ല ഇൻ്റർ ഡിപ്പെൻഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത് നല്ലൊരു കണക്ഷൻ ഉണ്ട്. ഇനി നമ്മൾ ഓരോ രീതിയിൽ സർവീസസിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും ക്ലാസിഫിക്കേഷൻസ് നമ്മൾ ഈ യൂണിറ്റിൽ തന്നെ നോക്കുന്നുണ്ട്. സർവീസസിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് ഒരു ജനറൽ ആയിട്ടുള്ള
കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ഓരോ ഓതേഴ്സ് എങ്ങനെ നമ്മൾക്ക് സർവീസസിനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളത് ഓരോ രീതിയിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ചില ആളുകൾ 2x3 മെട്രിക്സിൽ പറയും, ചില ആളുകൾ 2 ഡയമെൻഷനിൽ ടാൻജിബിലിറ്റിയും ഇൻടാൻജിബിലിറ്റിയും ബേസ് ചെയ്തുകൊണ്ട് പറയും. അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻസ് ഇതൊക്കെയാണ്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യമായി ലവ്ലോക്കിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് നാച്ചർ ഓഫ് സർവീസസ് ആക്ട്. നമ്മളുടെ ഈ സർവീസിലുള്ള നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന സർവീസിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ സവിശേഷതയ്ക്കനുസരിച്ച് അതിൻ്റെ നാച്ചുറിനെ ബേസ് ചെയ്ത് നമ്മൾക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അതിലൊരു ടേബിളായിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2 ഡയമെൻഷനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, ടാഞ്ചിബിൾ ആക്ഷൻ, ഇൻടാഞ്ചിബിൾ ആക്ഷൻ. അപ്പോൾ ഈ ടാഞ്ചിബിലിറ്റി ആൻഡ് ഇൻടാഞ്ചിബിലിറ്റി ബേസ് ചെയ്തുകൊണ്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സർവീസസ് ഡയറക്റ്റഡ് ആറ്റ് പീപ്പിൾ ആൻഡ് പൊസിഷൻ. അപ്പോൾ ടാഞ്ചിബിൾ പ്രോഡക്റ്റ് പീപ്പിളിനെ ഡയറക്റ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് സർവീസസ് എങ്ങനെയാണ് വരുന്നത്? ഹെൽത്ത് കെയർ, സലൂൺസ്, റെസ്റ്റോറൻറ്റ്സ്, ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഇവിടെ വ്യക്തികളെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന സർവീസുകളാണ്. ഇനി അവരുടെ പൊസിഷൻ റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണ് പറയുന്നത്? ഡയറക്റ്റഡ് ആറ്റ് ഗുഡ്സ് ഫിസിക്കൽ പൊസിഷൻ. അതിൽ ട്രാൻസ്പോർട്ടേഷൻ, ലോണ്ട്രി, ഡ്രൈ ക്ലീനിങ്, ലോൺ കെയർ, അത്തരത്തിലുള്ള സർവീസ് സെൻറ്റേഴ്സ്. ഇനി ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ആക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പറയുന്നത്? സർവീസ് ഡയറക്റ്റഡ് അറ്റ് പീപ്പിൾസ് മൈൻഡ്. അതിൽ വരുന്നത് എഡ്യൂക്കേഷൻ, ബ്രോഡ്കാസ്റ്റിംഗ്, ഇൻഫർമേഷൻ, മ്യൂസിയംസ്. സർവീസസ് ഡയറക്റ്റഡ് അറ്റ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഏതൊക്കെയാണ് ആ കാറ്റഗറിയിൽ വരിക? ബാങ്കിങ്, ലീഗൽ സർവീസ്, ഇൻഷുറൻസ്, അക്കൗണ്ടിങ്. അപ്പോൾ ഓരോ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ബേസ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സർവീസ് ഓർഗനൈസേഷൻ ആൻഡ് കസ്റ്റമർ. നമ്മൾ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷനും അവരുടെ കസ്റ്റമേഴ്സും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? ചിലത് കണ്ടിന്യൂസ് റിലേഷൻ ആയിരിക്കും, ചിലത് ഇൻ്റർമീഡിയൻ്റ് ആയിരിക്കും, അതായത് ഡിസ്ക്രീറ്റ് ആയിട്ട് ഇടവിട്ടുകൊണ്ടുള്ള റിലേഷൻഷിപ്പ്. അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറയുന്നത് നാച്ചർ ഓഫ് ഡെലിവറി. നമ്മൾ സർവീസ് എങ്ങനെയാണ് ഡെലിവർ ചെയ്യുന്നത്? കണ്ടിന്യൂസ് ഡെലിവറി ഉള്ളതുകൊണ്ട്, ഡിസ്ക്രീറ്റ് ഡെലിവറി ഉള്ളതുകൊണ്ട്. അപ്പോൾ മെമ്പർഷിപ്പുമായി റിലേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് കണ്ടിന്യൂസിൽ വരുന്നത് ഇൻഷുറൻസ്, എഡ്യൂക്കേഷൻ, ബാങ്കിങ്. നോൺ മെമ്പർഷിപ്പിൽ വരുന്നത് എന്താ? നമ്മൾക്ക് അവിടെ മെമ്പർ അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന കണ്ടിന്യൂസ് സേവനങ്ങളാണ് പോലീസ് പ്രൊട്ടക്ഷൻ, പബ്ലിക് ഹൈവേ, അത്തരത്തിലുള്ള സേവനങ്ങൾ. ദെൻ ഡിസ്ക്രീറ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന സേവനങ്ങൾ എന്ന് പറയുന്നത് അതിൽ മെമ്പർഷിപ്പ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത് തിയേറ്റർ, സീറ്റ് സബ്സ്ക്രിപ്ഷൻ, കമ്മ്യൂട്ടർ ടിക്കറ്റ്സ്, അങ്ങനെയുള്ള സേവനങ്ങൾ. എന്നാൽ നോൺ മെമ്പർഷിപ്പായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡിസ്ക്രീറ്റായി ഉപയോഗിക്കുന്ന സേവനങ്ങൾ കാറ് റെൻ്റൽ, പേ ടെലിഫോൺ, റെസ്റ്റോറൻറ്റ് തുടങ്ങിയവ. അപ്പോൾ ഓരോ സർവീസും പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ഓർഗനൈസേഷനും ആ സർവീസ് ഉപയോഗിക്കുന്ന കൺസ്യൂമറും തമ്മിലുള്ള റിലേഷൻ കണ്ടിന്യൂസ് ആണോ അതോ ഡിസ്ക്രീറ്റ് ആണോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. ദെൻ മൂന്നാമതായി പറയുന്നത് ഹൗ ദ സർവീസ് ഈസ് ഡെലിവേർഡ്. എങ്ങനെയാണ് നമ്മൾ ഈ സർവീസ് അവർക്ക് ഡെലിവർ ചെയ്യുന്നത്? അതായത് കസ്റ്റമർ നമ്മളുടെ സർവീസ് പ്രൊവൈഡിങ് സ്റ്റേഷനിലേക്ക് വരികയാണോ അതോ സർവീസ് അയാൾ എവിടെയാണോ ഉള്ളത് അവിടെ എത്തിച്ചു കൊടുക്കുകയാണോ? അങ്ങനെ. അപ്പോൾ അതിൽ നമ്മളുടെ ലവ്ലോക്ക് അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരു 2x3 മെട്രിക്സ് ടേബിൾ പോലെയാണ്. ആ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം സർവീസ് ഡെലിവറി മോഡ്സ് എന്ന് പറയുന്ന ആ ടേബിളിൽ നാച്ചർ ഓഫ് ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ കസ്റ്റമർ ആൻഡ് ഓർഗനൈസേഷൻ, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷനും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻ്റെ നാച്ചർ എങ്ങനെയൊക്കെ ആവാം? കസ്റ്റമർ ഗോസ് ടു സർവീസ് സ്റ്റേഷൻ. എവിടെയാണോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഓർഗനൈസേഷനിലേക്ക് കസ്റ്റമർ പോകുന്നു, ആ രീതിയാവാം. അങ്ങനെ ആകുമ്പോൾ സിംഗിൾ സൈറ്റൊക്കെ വരുന്നത് തിയേറ്റർ, മൾട്ടിപ്പിൾ സൈറ്റ് വരുന്നത് അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന പല പല സ്ഥലങ്ങളിലേക്ക് കസ്റ്റമർ അങ്ങോട്ട് പോകുന്നതാണ് ബസ് സർവീസ്, ഫാസ്റ്റ് ഫുഡ് ചെയിനൊക്കെ അതിൽ വരും. പിന്നെ സർവീസ് ഓർഗനൈസേഷൻ കംസ് ടു കസ്റ്റമർ, കസ്റ്റമറുടെ അടുത്തേക്കാണ് സർവീസും കൊണ്ടുവരുന്നത്. ലോൺ കെയർ, പെസ്റ്റ് കൺട്രോൾ. അപ്പോൾ നമ്മുടെ ഗാർഡനൊക്കെ വൃത്തിയാക്കാൻ വരുമ്പോൾ അവർ സർവീസ് നമ്മുടെ വീട്ടിൽ വന്നാണ് ചെയ്തു തരുന്നത്. ദെൻ മൾട്ടിപ്പിൾ സൈറ്റ് എന്ന് പറയുമ്പോൾ മെയിൽ ഡെലിവറി, എമർജൻസി, ഓട്ടോ റിപ്പയർ, അതൊക്കെ മൾട്ടിപ്പിൾ സൈറ്റിൽ വരുന്ന സേവനങ്ങൾ.
പിന്നെ കസ്റ്റമറും ഓർഗനൈസേഷനും ട്രാൻസാക്ട് ബിസിനസ് അറ്റ് ആംസ് ലെങ്ത്. അതിലേതൊക്കെയാണ് വരിക? സിംഗിൾ സൈറ്റിലെ ക്രെഡിറ്റ് കാർഡ്, ലോക്കൽ TV സ്റ്റേഷൻ, ദെൻ മൾട്ടിപ്പിൾ സൈറ്റിൽ ടെലിഫോൺ കമ്പനി, ബ്രോഡ്കാസ്റ്റിംഗ്. അതായത് കസ്റ്റമർ അങ്ങോട്ടും പോകുന്നില്ല, നമ്മളുടെ ഓർഗനൈസേഷൻ ഇങ്ങോട്ടും വരുന്നില്ല, അവർ ഒരു കൈ അകലത്തിൽ ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ 3 രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഡെലിവറി മോഡിനെ ബേസ് ചെയ്ത് പറഞ്ഞത്. ഒന്ന്, കസ്റ്റമർ സർവീസ് ഓർഗനൈസേഷനിലേക്ക് അങ്ങോട്ട് പോകുന്നു. 2, സർവീസ് പ്രൊവൈഡേഴ്സ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരുന്നു. 3, സർവീസ് പ്രൊവൈഡറും കസ്റ്റമറും കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് 2 സ്ഥലങ്ങളിലിരുന്ന് സർവീസ് നൽകുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു. ദെൻ അടുത്ത കാറ്റഗറി, അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രപ്പോർഷൻ ഓഫ് ടാൻജിബിലിറ്റി ആൻഡ് ഇൻടാൻജിബിലിറ്റി. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ പലപ്പോഴും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സർവീസിൻ്റെ മെയിൻ ഫീച്ചർ ഇൻടാൻജിബിലിറ്റി ആണ്. പക്ഷേ ഷോസ്റ്റാക്ക് പറയുന്നുണ്ട് ആൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ എ ടാൻജിബിലിറ്റി ആൻഡ് ഇൻടാൻജിബിലിറ്റി പ്രപ്പോർഷൻ. അതായത് രണ്ടും കൂടി ചേർന്നതാണ്, അല്ലാതെ ഫുൾ ഇൻടാൻജിബിൾ ആയ സർവീസ് അല്ല സർവീസ് സെക്ടർ എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത്. കാരണം സർവീസസിനെ നമ്മൾക്ക് പല രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ടാൻജിബിലിറ്റിയെ ബേസ് ചെയ്തിട്ട് ലോ ടാൻജിബിലിറ്റി, ഹൈ ടാൻജിബിലിറ്റി. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോ ഇൻടാൻജിബിലിറ്റി, അതായത് നമുക്ക് കൃത്യമായി പ്രോഡക്റ്റ്സ് ഒക്കെ കാണാൻ കഴിയുന്ന സർവീസ് സെക്ടറാണ് റെസ്റ്റോറൻ്റ് ഒക്കെ, ഫാസ്റ്റ് ഫുഡ് സെൻറ്റേഴ്സൊക്കെ. എന്നാൽ ചില സേവനങ്ങളിൽ പ്യുവർ സേവനങ്ങൾ മാത്രം വരുന്നുണ്ട്, അവിടെ നമുക്ക് പ്രോഡക്റ്റ് കാണാൻ കഴിയില്ല. ഇപ്പോൾ എഡ്യൂക്കേഷൻ, ഒരു ടീച്ചർ നിങ്ങളെ പഠിപ്പിച്ചു തരുന്ന സമയത്ത് നിങ്ങൾ എത്ര പഠിച്ചു, നിങ്ങൾക്ക് എത്ര അറിവ് കിട്ടി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ചില പ്രോഡക്ട്സിൽ നമ്മൾ ഓഫർ ചെയ്യുമ്പോൾ സർവീസ് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും പ്രോഡക്ട്സ് ടാൻജിബിൾ ആണ്. എന്നാൽ ചിലതിൽ പ്രോഡക്ട്സ് ടാൻജിബിൾ അല്ല, പക്ഷേ സർവീസ് ഉണ്ടായിരിക്കും. എങ്ങനെയാണെങ്കിലും അവ തമ്മിലൊരു പ്രപ്പോർഷൻ ഉണ്ട് എന്നാണ് ഈ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറയുന്നത്. ദെൻ അഞ്ചാമതായി പറയുന്നത് സർവീസ് ഇൻപുട്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. നമ്മൾ സർവീസ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് മെഷീന് പ്രാധാന്യമുള്ളതാണോ, ഇൻഡിവിജ്വൽസിന് പ്രാധാന്യമുള്ളതാണോ, സ്കിൽഡ് ലേബറേഴ്സ് വേണോ, സ്കിൽഡ് ലേബറേഴ്സിൻ്റെ ആവശ്യമില്ലാത്ത സർവീസസ്, അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എക്യുപ്മെൻറ്റ് ബേസ്ഡ് സർവീസസ് നമ്മൾ പറഞ്ഞു, ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ, ലിഫ്റ്റ് ഒക്കെ, ഓട്ടോമേറ്റഡ് ലിഫ്റ്റ് ഒക്കെ. ദെൻ എക്യുപ്മെൻറ്റിന് തന്നെ സ്കിൽഡ് പേഴ്സൺസ് വേണ്ടി വരും. ചിലപ്പോൾ ഡെലിവറി വാൻ എക്യുപ്മെൻ്റ് ആണ്, അത് ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ ഡ്രൈവർ വേണം. അപ്പോൾ സ്കിൽഡ് പേഴ്സൺസ് ആവശ്യമുള്ള എക്യുപ്മെൻറ്റ് ബേസ്ഡ് സർവീസ് സെൻറ്റേഴ്സും ഉണ്ട്. പിന്നെ സ്കിൽഡ് പേഴ്സണൽസ് ആവശ്യമില്ലാത്തതുമുണ്ട്. ഇപ്പോൾ നോർമലി ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്കില്ലുള്ള ഒരു വ്യക്തിയുടെ ഫിസിക്കൽ പ്രസൻസ് ആവശ്യമായി വരുന്ന സർവീസ് സെൻറ്ററുകൾ അല്ലെങ്കിൽ സർവീസ് ഇൻഡസ്ട്രിയാണ് ക്വാളിറ്റി കൺട്രോളൊക്കെ വരുന്ന സമയത്ത്. എക്യുപ്മെൻറ്റിൽ, ഡയഗ്നോസ്റ്റിക് സർവീസസിലൊക്കെ എക്യുപ്മെൻറ്റും വേണം, സ്കിൽഡ് ആയിട്ടുള്ള ആളും വേണം. അപ്പോൾ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ സേവനങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത്. പിന്നെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ കോണ്ടാക്ട് ബിറ്റ്വീൻ കൺസ്യൂമർ ആൻഡ് സർവീസ് പ്രൊവൈഡർ. ഈ സർവീസ് നൽകുന്ന വ്യക്തിയും കൺസ്യൂമറും തമ്മിലുള്ള കോണ്ടാക്റ്റ് ആവശ്യമുണ്ടോ ഇല്ലയോ. ചില കേസുകളിൽ അവരുടെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആവശ്യമായി വരില്ല, എന്നാൽ ചില കേസുകളിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആവശ്യമായി വരികയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ഹെൽത്ത് കെയർ സർവീസസിലൊക്കെ ആണെങ്കിൽ അവിടെ പേഷ്യൻ്റ് വേണം, അവരുടെ ഫിസിക്കൽ പ്രസൻസ് അവിടെ ആവശ്യമാണ്. സർവീസ് പ്രൊവൈഡറും വേണം, പേഷ്യൻറ്റും വേണം, ഡോക്ടറും വേണം, പേഷ്യൻറ്റും രണ്ടുപേരും ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആ സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുള്ളൂ. എന്നാൽ ചില കേസുകളിൽ നമുക്ക് ലോ കോണ്ടാക്റ്റ് സർവീസ് ഉണ്ട്. ഇപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റിയൊക്കെ അങ്ങനെയാണ്, ബ്രോഡ്കാസ്റ്റിംഗ്. പിന്നെ അതേപോലെ തന്നെ ഹൈ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ, ഹോസ്പിറ്റാലിറ്റി, തിയേറ്റർ പെർഫോമൻസ്, അതിനൊക്കെ നമ്മൾക്ക് എന്ത് വേണം, പ്രസൻസ് വേണം, അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ആവശ്യമായി വരുന്നുണ്ട്. അപ്പോൾ ചില കേസുകളിൽ നമ്മൾക്ക് സർവീസ് പ്രൊവൈഡറും നമ്മുടെ സർവീസ് യൂസറും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആവശ്യമുണ്ടാവില്ല. ഇപ്പോൾ ബാങ്കിങ്ങിലൊക്കെ എക്സാമ്പിളാണ്. പിന്നെ ലാസ്റ്റിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ ഏതാ? പ്രോഫിറ്റ്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് അണ്ടർടേക്കിങ്സ്. സർവീസ് പ്രൊവൈഡേഴ്സിൽ പ്രോഫിറ്റ് സീക്കിംഗ് എൻറ്റിറ്റീസ് ഉണ്ട്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഒബ്ജക്റ്റിന് പ്രവർത്തിക്കുന്ന എൻറ്റിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ സേവനങ്ങൾ മാത്രം നൽകുകയും പ്രൈവറ്റ് ഓണർഷിപ്പിൽ വർക്ക് ചെയ്യുന്നതും ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷനിൽ നമ്മൾ പറഞ്ഞു പബ്ലിക് അണ്ടർടേക്കിങ്സ് ഉണ്ട്, KSRTC.
ദെൻ പ്രൈവറ്റ് ബസ് സർവീസുകളുണ്ട്, പ്രൈവറ്റ് ടൂറിസ്റ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അത് പ്രൈവറ്റ് അണ്ടർടേക്കിങ്സിൽ വരുന്നു, ലാഭത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നത്. ലാഭത്തിന് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്നതാണ് സർവീസ് സെൻറ്റേഴ്സ്, ഓൾഡ് ഏജ് കെയർ ഹോമുകൾ, ഹോസ്പിറ്റാലിറ്റി സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്, കോളേജസ് ഒക്കെ അതിൻ്റെ കീഴിൽ വരുന്നു. അപ്പോൾ ഓരോ രീതിയിൽ ഇപ്പോൾ നമ്മൾ സർവീസാണ്, എല്ലാ സെക്ടറിലും സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ആ സർവീസസ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ നാച്ചുറിനെയും ഓണേഴ്സിനെയും ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, സർവീസസിന് ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. മാർക്കറ്റിംഗ് മിക്സ് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. പ്രൊഡക്റ്റ്, പ്ലേസ്, പ്രൊമോഷൻ, പ്ലേസ്. അതായത് പ്രൈസും ഉണ്ട്, പ്ലേസും ഉണ്ട്. പ്ലേസ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനെയാണ്, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനെയാണ്. അപ്പോൾ നോർമലി ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് മാർക്കറ്റിംഗ് മിക്സായി തീരുമാനിക്കേണ്ടത് ഈ 4 പീസിനെയാണ്. പക്ഷേ സർവീസ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ സർവീസസിന് പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് അല്ല, പ്രോഡക്റ്റിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഇൻടാഞ്ചിബിലിറ്റിയും പെരിഷബിലിറ്റിയും ഒക്കെയുള്ള, പിന്നെ അതേപോലെ തന്നെ സെപ്പറേഷൻ സാധ്യമാവാത്ത ഒരു പ്രോഡക്റ്റാണ് നമ്മളുടെ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ സർവീസ് ഇൻഡസ്ട്രിയിൽ പഴയ രീതിയിലുള്ള ട്രഡീഷണൽ മാർക്കറ്റിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചത് കൊണ്ട് മാത്രം നമ്മൾക്ക് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഡയറക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതേസമയം മാർക്കറ്റിംഗ് ഇല്ലാതെ സർവീസ് ഇൻഡസ്ട്രിക്കും നമ്മുടെ മാർക്കറ്റിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ പീസ് ഓഫ് മാർക്കറ്റിങ്ങിൽ 4 പീസിൽ അഡീഷണലായി കുറച്ച് എലമെൻറ്റ്സ് കൂടെ ആഡ് ചെയ്യണം എന്നുള്ള അവസ്ഥ വന്നു. കാരണം നമ്മൾ ഓരോ സർവീസസിൻ്റെയും നാച്ചർ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി വരുമ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ വലിയൊരു ആക്ടിവിറ്റിയുടെ ഒരു ഭാഗമാണ് സർവീസ് മാർക്കറ്റിംഗ്. പക്ഷേ സർവീസ് മാർക്കറ്റിംഗ് പെർഫോം ചെയ്യണമെങ്കിൽ പഴയ 4 പീസ് പോരാ, അതിൻ്റെ കൂടെ കുറച്ച് അഡീഷണൽ പീസ് കൂടെ ആഡ് ചെയ്യണം, 3 P എലമെൻറ്റ് കൂടെ ആഡ് ചെയ്യണം എന്നുള്ള അവസ്ഥ വന്നു. അപ്പോൾ പുതിയ മാർക്കറ്റിംഗ് മിക്സ്, സർവീസ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 4 പീസ് വേണം, പ്ലസ് അതിൻ്റെ കൂടെ പീപ്പിൾ, ഫിസിക്കൽ എവിഡൻസ്, പ്രോസസ്, അങ്ങനെ 3 പീസും കൂടെ ആഡ് ചെയ്യണം. പ്രോഡക്റ്റ് എന്താണ് എന്ന് നമ്മൾക്ക് അറിയുന്നതാണ്. ഫിസിക്കൽ തിങ് ദാറ്റ് ഓഫേർഡ് ബൈ ദ പ്രൊഡ്യൂസർ ഓർ മാനുഫാക്ചറർ. പ്രൈസ് എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്ചേഞ്ച് വാല്യൂ. പ്ലേസ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് ഏറ്റവും ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് സൗകര്യമുള്ള സ്ഥലത്ത് പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കുക, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ദെൻ പ്രൊമോഷനാണ്, പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നൽകുകയും അതിൻ്റെ സെയിൽസ് വർദ്ധിപ്പിക്കാനും എല്ലാം നടത്തുന്ന പരിശ്രമങ്ങൾ. ഇതോടൊപ്പം തന്നെ പീപ്പിൾ, ആരൊക്കെയാണ് ഈ സർവീസിൻ്റെ പാർട്ടീസായിട്ട് വരുന്നത്. പീപ്പിൾ എന്നുള്ള എലമെൻറ്റിൽ നമ്മൾ ആൾ ഹ്യൂമൻ ആക്ടേഴ്സ്, ആരൊക്കെയാണ് സർവീസിലെങ്കിൽ സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്, സർവീസ് യൂസേഴ്സ് ഉണ്ട്, അതായത് കസ്റ്റമർ, അതർ കസ്റ്റമേഴ്സ്, സർവീസ് പ്രൊവൈഡർ, ഇവരെല്ലാം ഇതിലെ പാർട്ടീസായിട്ട് വരുന്നതാണ്. അപ്പോൾ അതാണ് പീപ്പിൾ എന്ന് പറയുന്ന എലമെൻറ്റ്. പിന്നെ ഫിസിക്കൽ എവിഡൻസ് എന്ന് പറയുമ്പോൾ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ചില സൗകര്യങ്ങൾ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ഏത് എൻവയോൺമെൻറ്റിലാണ് നമ്മൾ ഈ സർവീസ് ഡെലിവർ ചെയ്യുന്നത് അതൊന്ന് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി നമ്മൾക്ക് ആവശ്യം വരുന്ന ചില എക്യുപ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും, ടാഞ്ചിബിൾ കോമ്പോണൻസ്, അതാണ് ഫിസിക്കൽ എവിഡൻസിൽ വരുന്നത്. പിന്നെ പ്രോസസ്സാണ്. പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ദ ഫ്ലോ ഓഫ് സർവീസ് ഫ്രം പ്രൊവൈഡർ ടു കൺസ്യൂമർ. നമ്മൾ എന്ത് സേവനമാണോ നൽകുന്നത് അത് സർവീസ് പ്രൊവൈഡറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് എത്തണം. അപ്പോൾ ആ ആക്ടിവിറ്റി അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് സർവീസ് സെക്ടറിലെ മാർക്കറ്റിംഗ് മിക്സ്. അപ്പോൾ ഈ മാർക്കറ്റിംഗ് മിക്സ് ഡിസൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെയുള്ളതാണ്, മാനുഫാക്ചറർ ഏത് രീതിയിലുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് പെർഫോം ചെയ്താലാണ് നമ്മളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയുന്നത് എന്ന് തീരുമാനിക്കുമ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് മാത്രം പോരാ എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം പ്രവർത്തിച്ചത് കൊണ്ട് സർവീസ് മാർക്കറ്റിങ്ങിൽ നമ്മൾക്ക് ഒബ്ജക്റ്റ് അച്ചീവ് ചെയ്യാൻ കഴിയില്ല. അവിടെ 3 രീതിയിലുള്ള മാർക്കറ്റിംഗ് എഫേർട്സ് നമ്മൾക്ക് നടത്തേണ്ടതായി വരും. ഒരു ട്രയാങ്കിളൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് കമ്പനി, നമ്മുടെ ഓർഗനൈസേഷൻ്റെ എക്സിസ്റ്റൻസിൽ, ഓർഗനൈസേഷനിൽ 3 രീതിയിലുള്ള മാർക്കറ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടി വരും. ഒന്ന്, എക്സ്റ്റേണൽ സെറ്റിംഗ് ദ കസ്റ്റമേഴ്സ്.
നമ്മൾ സാധാ ട്രഡീഷണൽ മാർക്കറ്റേഴ്സൊക്കെ ചെയ്യുന്നത് പോലെ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, അവരെ മെയിൻറ്റെയിൻ ചെയ്യുക, അവരെ സാറ്റിസ്ഫൈഡ് ആക്കുക, അതിനൊക്കെ വേണ്ടി നടത്തുന്ന എക്സ്റ്റേണൽ മാർക്കറ്റിംഗ് എഫേർട്സ്. പിന്നെ ഒന്ന് ഇൻറ്റേർണൽ മാർക്കറ്റിംഗ്, എക്സ്റ്റേണൽ മാർക്കറ്റിംഗ്, പ്രോമിസ് പ്രൊവൈഡേഴ്സ്. സർവീസ് പ്രൊവൈഡിങ് ആണ്, അപ്പോൾ നമ്മൾ അവിടെ പ്രോമിസുകൾ കീപ്പ് ചെയ്യണം. പ്രോമിസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, ആ പ്രോമിസസ് കീപ്പ് ചെയ്യണം. ദെൻ ഇൻ്ററാക്റ്റീവ് മാർക്കറ്റിംഗ്, ദാറ്റ് ഈസ് ഡെലിവറിങ് ദ പ്രോമിസ്. നമ്മൾ ആ പ്രോമിസുകൾ ഡെലിവർ ചെയ്യണം, ആ പ്രോമിസ് കീപ്പ് ചെയ്യണം. ഇങ്ങനെ 3 രീതിയിലുള്ള മാർക്കറ്റിംഗ് എഫേർട്സ് കമ്പൈൻ ചെയ്ത് നടത്തിയാൽ സർവീസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് നമ്മൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം സർവീസ് എന്ന് പറയുന്നത് സർവീസ് പ്രൊവൈഡറിൽ നിന്ന് വ്യത്യസ്തമല്ല. അപ്പോൾ സർവീസ് പ്രൊവൈഡറിൻ്റെ ഒരു കോർഡിനേഷൻ ഇല്ലാതെ, കോപ്പറേഷൻ ഇല്ലാതെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം വിചാരിച്ചാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ആ മാർക്കറ്റിംഗ് നടത്താൻ കഴിയും, പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒരു സർവീസ് ഫേമിന് വേണ്ടി നമ്മൾ രൂപീകരിക്കുന്ന സമയത്ത് ഈ 7 P'സും പ്രോപ്പറായി കമ്പൈൻ ചെയ്യണം. കസ്റ്റമേഴ്സിൻ്റെ നാച്ചർ എന്താണ് എന്ന് അനലൈസ് ചെയ്യണം, കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡുകളെ കുറിച്ച് മനസ്സിലാക്കണം, അവരുടെ അൺസാറ്റിസ്ഫൈഡ് വാണ്ട്സ് എന്താണ് എന്ന് നോക്കണം, അവർക്ക് ഏത് തരത്തിലുള്ള സർവീസാണ് ആവശ്യമുള്ളത്, അവരുടെ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് വേണം നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ. ഇപ്പോൾ പലപ്പോഴും പല ബാങ്കുകളും പല സ്ഥാപനങ്ങളും കസ്റ്റമൈസ്ഡ് സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഫോർ സർവീസ് ഫേം എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഹോസ്റ്റലുകളോ ബാങ്കുകളോ മറ്റു രീതിയിലുള്ള ഏത് സ്ഥാപനങ്ങളോ ആയിക്കോട്ടെ, അവരുടെ അറ്റ്മോസ്ഫിയറിക് ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്ഥാപനത്തിലേക്ക് എത്തുന്ന ഒരു വ്യക്തി അവിടെയുള്ള ആ ഒരു നീറ്റ്നെസ്സും അതിൻ്റെ ആ ഒരു ക്ലാസി ഔട്ട്ലുക്ക് കണ്ടാണ് നമ്മുടെ സ്ഥാപനത്തിനെ കുറിച്ച് ഒരു വിലയിരുത്തൽ നടത്തുന്നത്. അതേപോലെ തന്നെ ഒരു സ്ഥാപനത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു ക്ലയൻറ്റ്, ആ ക്ലയൻറ്റ് കൺസ്യൂമർ ആകുന്നതിന് മുമ്പ് വെറും ക്ലയൻറ്റ് മാത്രമാണ്. അദ്ദേഹം നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ റിസപ്ഷനിസ്റ്റുമായിട്ടായിരിക്കും ഫസ്റ്റ് കോണ്ടാക്റ്റ് നടക്കുന്നത്. അപ്പോൾ ആ റിസപ്ഷനിസ്റ്റിൻ്റെ ഒരു പ്ലീസിങ് നാച്ചർ, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് നമ്മളോട് ഇടപഴകുന്നത്, അവിടെ വരുന്ന ഓരോരുത്തരോടും അവർ ഏത് രീതിയിലുള്ള ഇൻ്ററാക്ഷനാണ് നടത്തുന്നത്, ആ ഇൻ്ററാക്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും പലപ്പോഴും ഒരു ക്ലയൻറ്റ് കൺസ്യൂമറായി മാറുന്നത്. നമ്മൾക്ക് അവിടെ ഒരു ആത്മാർത്ഥത ഫീൽ ചെയ്യണം. അവരുടെ സംസാരത്തിലാണെങ്കിലും വെറുതെ ആർട്ടിഫിഷ്യലായി ഇങ്ങനെ മേക്കപ്പും ചെയ്ത് നല്ല ഭംഗിയിൽ വന്ന് ഇരുന്നത് കൊണ്ട് ഒരു റിസപ്ഷനിസ്റ്റിനെ കൊണ്ട് ഒരു സ്ഥാപനത്തിന് യാതൊരു ഗുണവുമില്ല. നല്ല പ്ലീസിങ് മെൻറ്റാലിറ്റി വേണം, കാണാൻ നല്ല അട്രാക്ഷൻ വേണം, അതൊക്കെ ശരിയാണ്. പക്ഷെ അവരുടെ ഇൻ്ററാക്ഷൻ എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്താണ് ഒരു ക്ലയൻറ്റ് പലപ്പോഴും കൺസ്യൂമറായി മാറുന്നത്. അതേപോലെ തന്നെ നമ്മളൊരു സ്ഥാപനത്തിലേക്ക് ചെല്ലുമ്പോൾ, ഇപ്പോൾ ഒരു ഹോട്ടലായിക്കോട്ടെ, അവിടെയുള്ള ലൈറ്റിംഗ്, അതേപോലെ അവിടെയുള്ള മ്യൂസിക്, അവിടെയുള്ള ആ ഒരു അരോമ, ഇതെല്ലാം നമ്മളെ അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ 5 സ്റ്റാർ ഹോട്ടലുകളിലോ അല്ലെങ്കിൽ നമ്മൾ അത്രയും 5 സ്റ്റാർ ഹോസ്പിറ്റലുകളിലോ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം എത്ര അസുഖമുള്ള രോഗികളുള്ള ആ ഒരു ആശുപത്രിയാണെങ്കിലും നമ്മൾക്ക് അവിടെ അത് ഫീൽ ചെയ്യില്ല. കാരണം അവർ കൃത്യമായി അതിനാവശ്യമായ ഇൻറ്റേർണൽ സെറ്റിങ്സ് അവിടെ എടുത്തിട്ടുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് നല്ല ക്ലീനിങ് നടത്തുക, നല്ല സ്മെല്ല് വരുന്ന രീതിയിലുള്ള ഏതെങ്കിലും സെറ്റിങ്സ്, ഇപ്പോൾ എയർ കണ്ടീഷണറിലോ അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ഓട്ടോമാറ്റിക്കലി സ്പ്രേ ചെയ്യുന്ന സ്പ്രേയേഴ്സ് വെച്ചിട്ടോ എങ്ങനെയാണെങ്കിലും നമ്മൾ ഒരു സ്ഥാപനത്തിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവിടെയുള്ള ഇൻറ്റേർണൽ അറ്റ്മോസ്ഫിയർ നമ്മളെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സർവീസ് മാർക്കറ്റിംഗ് നടത്തുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഏതൊരു സർവീസ് ഇപ്പോൾ ബ്യൂട്ടീഷ്യന്മാരുടെയൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല AC റൂമായിരിക്കും, നല്ല സുഗന്ധം ഉണ്ടായിരിക്കും അവിടെ, നല്ലൊരു നമുക്കൊരു കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് നമ്മൾക്ക് ഫീൽ ചെയ്യും. അപ്പോഴാണ് നമ്മൾക്ക് അവിടെ നിന്ന് എൻജോയ് ചെയ്യുന്ന സർവീസിനൊരു കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ നമ്മൾക്ക് തോന്നുള്ളൂ. പലപ്പോഴും നമ്മൾ ഈ പബ്ലിക് കാരിയേഴ്സിനെ ഉപേക്ഷിച്ചുകൊണ്ട് പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഉപയോഗിക്കാനുള്ള കാരണം തന്നെ അതാണ്. അതേപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോകാതെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോകുന്നത്, പല കസ്റ്റമേഴ്സും പോകുന്നത് എന്തുകൊണ്ടാണ്? അവിടെയുള്ള ആ കംഫർട്ട് ഫീലിംഗ് അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു സൂത്തിനെസ്, അതെല്ലാം നോക്കിയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ സർവീസ് പ്രൊവൈഡേഴ്സ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം നോക്കണം. നമ്മളുടെ സ്ഥാപനത്തിൻ്റെ എന്താണ് ലക്ഷ്യം, നമ്മളുടെ സർവീസ് എങ്ങനെയുള്ള നാച്ചുറലുള്ളതാണ്, ആ സർവീസ് ഏത് രീതിയിലാണ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കേണ്ടത്, കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് എന്താണ്, ഇതെല്ലാം നോക്കണം. അതോടൊപ്പം തന്നെ അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയർ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം. പിന്നെ സർവീസിൻ്റെ ക്വാളിറ്റി,
സർവീസ് പ്രൊവൈഡറെ ഡിപ്പെൻഡ് ചെയ്താണ് അതിരിക്കുന്നത്. സർവീസിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സായി മാറുന്നത്. അപ്പോൾ ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് ഒരു ഇൻ്ററാക്റ്റീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്താലേ സർവീസ് മാർക്കറ്റിംഗ് നടത്താൻ കഴിയുള്ളൂ. അതല്ലാതെ വെറും ട്രഡീഷണൽ മാർക്കറ്റിംഗ് മിക്സിൻ്റെ ആപ്ലിക്കേഷൻ കൊണ്ടോ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് കൊണ്ടോ നമ്മൾക്ക് സർവീസ് മാർക്കറ്റിംഗ് പെർഫോം ചെയ്യാൻ കഴിയില്ല. ദെൻ നമ്മുടെ യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക് ചാലഞ്ചസ് ഇൻ മാർക്കറ്റിംഗ് ഓഫ് സർവീസസ്. നമ്മൾ പറഞ്ഞു സർവീസ് മാർക്കറ്റിംഗ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പ്രോഡക്റ്റിൽ നിന്ന് സർവീസിനുള്ള വ്യത്യാസം? ആ വ്യത്യാസത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്ട്രാറ്റജീസ് ഫോം ചെയ്യുമ്പോൾ വരുന്ന വ്യത്യാസങ്ങൾ. അതായത് ഏതൊക്കെ രീതിയിലുള്ള സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളത് സർവീസിൻ്റെ ഈ സ്പെഷ്യൽ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചാലഞ്ചസും നമ്മുടെ മാർക്കറ്റേഴ്സിന് ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. 3 രീതിയിലുള്ള മാർക്കറ്റിംഗ് ആവശ്യമാണ് സർവീസ് മാർക്കറ്റിങ്ങിന് നമ്മൾ നോക്കിക്കഴിഞ്ഞു. അതേപോലെ ഇപ്പോൾ ഈ പ്രോഡക്ട്സിൻ്റെ ടാൻജിബിലിറ്റി, സ്റ്റാൻഡേർഡൈസേഷൻ, അതായത് ഹെറ്ററോജിനസ് ആണോ ഹോമോജിനസ് ആണോ എന്നുള്ളത്, പിന്നെ സെപ്പറേഷൻ ഫ്രം കൺസംഷൻ, നോൺ പെരിഷബിൾ, ഈ നാച്ചറിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് സർവീസിന് നമ്മൾ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി രൂപീകരിക്കുമ്പോൾ ചാലഞ്ചസ് ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രോഡക്റ്റ്, സർവീസ് ആൻഡ് ദ അസോസിയേറ്റഡ് മാർക്കറ്റിംഗ് ചാലഞ്ചസ്? നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? അപ്പോൾ ആ 7 P's ഓഫ് മാർക്കറ്റിംഗ്, നമ്മുടെ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിലെ 4 P'സും അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ള, നമ്മൾ പറഞ്ഞു പീപ്പിൾ, ഫിസിക്കൽ എവിഡൻസ്, പിന്നെ അതുപോലെ പ്രോസസ്സ്, ആ 3 P'സും കൂടെ ആഡ് ചെയ്ത് വരുന്ന മാർക്കറ്റിംഗ് മിക്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യമായി ടാൻജിബിലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് പ്രോഡക്റ്റ് ആൻഡ് സർവീസിൻ്റെ ഡിഫറൻസ് പറയുമ്പോൾ പ്രോഡക്ട്സ് ടാൻജിബിൾ ആണ്, സർവീസസ് ഇൻടാൻജിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചാലഞ്ചാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്? മാർക്കറ്റിംഗ് ഇംപ്ലിമെൻറ്റേഷനിൽ എന്ത് വ്യത്യാസമാണ് വരുന്നത്? ഒന്ന്, സർവീസസ് കനോട്ട് ബി ഇൻവെൻറ്ററിഡ്. നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. സർവീസസിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. ദെൻ ഇറ്റ് കനോട്ട് ബി പാറ്റൻറ്റഡ്. ഒരു സർവീസിന് നമ്മൾക്ക് പാറ്റൻറ്റ് റൈറ്റ് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ പ്രോഡക്റ്റ് ആണെങ്കിൽ ഒരു സ്പെഷ്യൽ കാറ്റഗറി ഓഫ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു മോഡൽ നമ്മളായിട്ട് രൂപീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പാറ്റൻറ്റ് റൈറ്റ് എടുക്കാം. പാറ്റൻറ്റ് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് വേറൊരാൾക്കും കോപ്പി ചെയ്യാൻ പറ്റില്ല. പക്ഷേ സർവീസ് അങ്ങനെയല്ല. എത്ര നല്ല സർവീസാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിലും അത് നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിന് അത് നോക്കി ഫോളോ ചെയ്യാൻ കഴിയും. കാരണം നമുക്ക് അതിൻ്റെ പാറ്റൻസി റൈറ്റ് എടുക്കാൻ കഴിയില്ല. Then services cannot be readily displayed or communicated. സർവീസസ് എങ്ങനെയാണ്? നമ്മൾ ആൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത് വെച്ച് കൊടുക്കുകയല്ല, നമ്മൾക്കത് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. അവരതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്ത് അവർക്കത് എൻജോയ് ചെയ്യാനേ കഴിയുള്ളൂ, ഫീൽ ചെയ്യാനേ പറ്റുന്നുള്ളൂ. ദെൻ പ്രൈസിങ് ഈസ് ഡിഫിക്കൽട്ട്. സർവീസസിന് പ്രൈസ് തീരുമാനിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. കാരണം ഒരേ കാര്യം നമ്മൾ ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഒരേ സബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടാവുക. ചില കുട്ടികൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാവും, ചില കുട്ടികൾക്ക് അത് ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. പക്ഷേ നമുക്ക് പ്രൈസ് ചെയ്യുമ്പോൾ ഇവർക്ക് എത്ര ക്വാളിറ്റി കിട്ടിയെന്ന് നോക്കി നമുക്ക് പ്രൈസിങ്ങിൽ വ്യത്യാസം വരുത്താൻ കഴിയില്ല. അതേപോലെ തന്നെ സർവീസസിന് എത്രമാത്രം യൂട്ടിലിറ്റിയാണ് അവർക്ക് കിട്ടുന്നത് എന്ന് നോക്കി പ്രൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ദെൻ സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമിൻ്റെ പ്രോഡക്റ്റിനെ നമ്മൾക്ക് എന്ത് ചെയ്യാം? സ്റ്റാൻഡേർഡൈസ് ചെയ്യാം. കാരണം ഹോമോജിനിറ്റി നാച്ചർ ഉണ്ട്. പക്ഷേ സർവീസസ് എങ്ങനെയാണ്? ഹെറ്ററോജീനസ് നാച്ചറാണ്. അപ്പോൾ നമ്മൾക്ക് അതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ് വരുന്നത്? സർവീസ് ഡെലിവറി ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പ്രോഡക്റ്റാണ് ആവശ്യമായി വരിക. അതേപോലെ തന്നെ ഡിപ്പെൻഡ് ഓൺ എംപ്ലോയീസ് ആക്ഷൻ. നമ്മുടെ സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ, സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ ഒക്കെ ബിഹേവിയറിനനുസരിച്ചാണ് കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. ദെൻ ക്വാളിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മെനി അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ്. ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു സമയത്ത് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന സമയത്ത് നല്ല പ്ലീസിങ് ആയിട്ടുള്ള നാച്ചറാണ്, അറ്റ്മോസ്ഫിയറും ഗുഡാണെങ്കിൽ അവർക്ക് സർവീസ് ബെസ്റ്റായിട്ട് തോന്നും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില അവസ്ഥകളുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ബെറ്റർ സർവീസ് ഓഫർ ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, സാംക്രമിക രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കുന്ന സമയത്ത് എത്ര സൗകര്യമുള്ള ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ നമുക്ക് അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യില്ല. അത് അൺകൺട്രോളബിൾ ആണ്, നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദെൻ സർവീസ് ക്വാളിറ്റി ഡിപ്പെൻഡ്സ് ഓൺ നോളജ്. അതായത് ദർ ഈസ് നോ ഷുവർ നോളജ് ദാറ്റ് സർവീസ് ഡെലിവേർഡ്
വാട്ട് വാസ് പ്ലാൻഡ് ആൻഡ് പ്രൊമോട്ടഡ്. നമ്മൾ പലപ്പോഴും പറയുകയും പരസ്യം ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തിരുന്ന സേവനങ്ങൾ തന്നെയാണോ ഇവർക്ക് നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് പലപ്പോഴും ഉറപ്പ് വരുത്താൻ കഴിയില്ല. കാരണം ഒരു ഹോസ്പിറ്റലിൽ അവിടെയുള്ള ഡോക്ടേഴ്സിൻ്റെ സർവീസ്, അവരുടെ ക്വാളിറ്റി, അവരുടെ പെരുമാറ്റത്തിനനുസരിച്ചും അവരുടെ ട്രീറ്റ്മെൻറ്റിനനുസരിച്ചുമാണ് ആ സ്ഥാപനത്തിൻ്റെ ഇമേജ് ഉണ്ടാവുക. അപ്പോൾ ഡോക്ടേഴ്സ് മാറുന്നതിനനുസരിച്ച് കസ്റ്റമേഴ്സിന് കിട്ടുന്ന ക്വാളിറ്റി ഓഫ് സർവീസിലും വ്യത്യാസമുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഇമേജിനെ അഫക്റ്റ് ചെയ്യും. പലപ്പോഴും പരസ്യം ചെയ്തതുപോലെ അത്രയും ക്വാളിറ്റിയുള്ള സർവീസ് പലർക്കും നൽകാൻ കഴിയാറില്ല. ദെൻ പ്രൊഡക്ഷൻ, നമ്മൾക്ക് പ്രോഡക്റ്റ് ആണെങ്കിൽ ഓണേഴ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, മാനുഫാക്ചറേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. പക്ഷേ സർവീസ് എന്ത് ചെയ്യാൻ പറ്റില്ല, സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കസ്റ്റമേഴ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ ആൻഡ് അഫക്റ്റ് ദ ട്രാൻസാക്ഷൻ. സർവീസസിൽ എങ്ങനെയാണ് വരുന്നത്, കസ്റ്റമേഴ്സിൻ്റെ ഓർഡറിനനുസരിച്ചാണ് സർവീസിൻ്റെ ക്വാളിറ്റി. അപ്പോൾ നമ്മുടെ കടയിൽ വന്നിട്ട് മധുരമിടാത്ത ചായ വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ മധുരമില്ലാത്ത ചായയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് സാധാരണയായി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന നോർമൽ ടീയുടെ ഒരു ക്വാളിറ്റി നമ്മൾക്ക് തോന്നില്ല. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, സർവീസിൻ്റെ ക്വാളിറ്റി കസ്റ്റമേഴ്സിന് ഇടപെടാൻ കഴിയും. ദെൻ ദേ അഫക്റ്റ് ഈച്ച് അതർ. കസ്റ്റമേഴ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഫക്റ്റ് ചെയ്യാറുണ്ട്. എംപ്ലോയീസ് അഫക്റ്റ് ദ സർവീസ് ഔട്ട്കം. നമ്മൾ പറഞ്ഞില്ലേ, ഒരു സ്ഥാപനത്തിൽ റിസപ്ഷനിസ്റ്റിൻ്റെ ബിഹേവിയറിനനുസരിച്ച് ക്ലയൻറ്റ് കസ്റ്റമർ ആവണോ ആവാതിരിക്കണോ എന്നുള്ള സാഹചര്യങ്ങൾ സർവീസ് സെൻറ്ററിൽ ഉണ്ടാവാം. അപ്പോൾ എംപ്ലോയീസിൻ്റെ ബിഹേവിയറിനനുസരിച്ച് സർവീസ് ഔട്ട്കത്തിൻ്റെ ക്വാളിറ്റിയിലും ഡിഫറൻസ് വരാം. ദെൻ ഡീസെൻട്രലൈസേഷൻ മേ ബി എസെൻഷ്യൽ. പലപ്പോഴും സർവീസ് സെൻറ്ററിൽ നമുക്ക് ഡീസെൻട്രലൈസേഷൻ നടത്തേണ്ടി വരും. മാസ് പ്രൊഡക്ഷൻ ഈസ് ഡിഫിക്കൽട്ട്. നമ്മൾ പറഞ്ഞില്ലേ, ഡിമാൻഡ് കൂടിയെന്ന് വിചാരിച്ച് നമ്മൾക്ക് സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയില്ല. 100 റൂമുള്ള ഹോട്ടലിൽ ഡിമാൻഡ് കൂടിയ സീസണിൽ നമുക്ക് 150 പേര് ഓർഡർ തന്നു എന്ന് വിചാരിച്ച് നമുക്ക് അവരെ അഫോർഡ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് 100 പേരെ മാത്രമേ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഡിമാൻഡിനനുസരിച്ച് നമുക്ക് മാസ് പ്രൊഡക്ഷൻ നടത്താനൊന്നും സർവീസ് മേഖലയിൽ കഴിയില്ല. പക്ഷേ വേണമെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ കേസിൽ പറ്റും. കാരണം അവർക്ക് ഡിമാൻഡിനനുസരിച്ച് കപ്പാസിറ്റിക്ക് അനുസരിച്ച് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. അതുകൊണ്ടാണ്. ദെൻ ലാസ്റ്റിൽ പറയുന്നത് പെരിഷബിൾ നാച്ചുറിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. നമ്മുടെ നോർമൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയല്ല, പെരിഷബിൾ നാച്ചുറുള്ളതല്ല. പക്ഷേ സർവീസസ് പെരിഷബിൾ നാച്ചുറാണ്. നമ്മൾക്ക് വൺസ് പ്രൊഡ്യൂസ്ഡ് ആണെങ്കിൽ അതിനെ ഒരിക്കലും സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയുന്നില്ല, റിട്ടേൺ ചെയ്യാൻ പറ്റില്ല, റീസെയിൽ ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം സർവീസിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സിങ്ക്രണൈസ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. പലപ്പോഴും ഡിമാൻഡിനനുസരിച്ച് സർവീസ് സപ്ലൈ ചെയ്യാൻ നമ്മൾക്ക് കഴിയാറില്ല. ദെൻ സർവീസസ് കനോട്ട് ബി റിട്ടേൺഡ് ഓർ റീസോൾഡ്. നമ്മൾ പറഞ്ഞതാണ്, സർവീസസിനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പലപ്പോഴും റിട്ടേൺ ചെയ്യാനോ അല്ലെങ്കിൽ റീസെയിൽ നടത്താനോ സാധിക്കാറില്ല. അപ്പോൾ ഈ ചാലഞ്ചസിനെ, ഈ ടേബിളിൽ പറഞ്ഞിട്ടുള്ള ചാലഞ്ചസിനെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ. നമ്മൾ ഫേസ് ചെയ്യുന്നത് ഒന്ന്, കമ്മ്യൂണിക്കേറ്റിംഗ് ദ സർവീസ് ഓഫർ മച്ച് മോർ ഡിഫിക്കൽട്ട് ദാൻ കമ്മ്യൂണിക്കേറ്റിംഗ് എ പ്രോഡക്റ്റ് ഓഫർ. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള പരസ്യം ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഓഫറിനെ നമ്മൾ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നത് പോലെ അത്രയും എളുപ്പമല്ല സർവീസസിനെ കുറിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താൻ. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന് എന്തൊക്കെ ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾക്ക് പരസ്യം ചെയ്യുക എളുപ്പമാണ്. പക്ഷേ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള പരസ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നൽകുന്ന പ്രോമിസസ് എപ്പോഴും വാല്യബിൾ പ്രോമിസസ് ആയിരിക്കണം. ആ പ്രോമിസസ് നമുക്ക് കീപ്പ് ചെയ്യാനും കഴിയണം. ദെൻ സർവീസസ് ആർ ഹെട്രോജിനസ്. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, എൻഷുറിങ് കൺസിസ്റ്റൻറ്റ് സർവീസ് ക്വാളിറ്റി ഈസ് ചാലഞ്ചിങ്. ഓരോ കസ്റ്റമേഴ്സിനെയും ഓർഡറിനനുസരിച്ചാണ് നമ്മൾ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സർവീസിനും ഒരേ ക്വാളിറ്റി എൻഷുർ ചെയ്യുക എന്ന് പറയുന്നത് പ്രയാസമാണ്. പിന്നെ ലബോറട്ടറിയുടെ ടെസ്റ്റുകളുടെയൊക്കെ പറയുന്നുണ്ട് ക്വാളിറ്റി ഓഫ് എ പ്രോഡക്റ്റ്, ബട്ട് ദ ക്വാളിറ്റി ഓഫ് സർവീസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ പെർസെപ്ഷൻ ഓഫ് ദ കസ്റ്റമർ. നമ്മൾ സെയിം സർവീസ് ആയിരിക്കും നൽകുന്നത്, കിട്ടുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒരേപോലെയുള്ള സാറ്റിസ്ഫാക്ഷൻ ലെവൽ ആയിരിക്കില്ല ഫീൽ ചെയ്യുന്നത്. ദെൻ സർവീസസ് ഓഫൺ പ്രൊഡ്യൂസ്ഡ്. എങ്ങനെയാണ് നമ്മൾ പ്രൊഡ്യൂസ്ഡ് ആൻഡ് കൺസ്യൂംഡ് സൈമൾട്ടേനിയസ്ലി. നമ്മൾ ആ ടേബിളിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. അടുത്തതായിട്ട് പെരിഷബിൾ നാച്ചുറിനെ കുറിച്ച് പറയുന്നു. അതിൽ കുറച്ച് എക്സാമ്പിൾസ് കൂടെ ആഡ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രം. പെരിഷബിലിറ്റി നാച്ചുറിൽ പറയുന്നുണ്ട് കസ്റ്റമേഴ്സ് ഗുഡ് വിൽ വെൻ സച്ച് എ പ്രോബ്ലം ഒക്കേഴ്സ്. അതായത് ചില സമയത്ത്
നമ്മൾക്ക് നമ്മുടെ സ്ഥാപനം നടത്തുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ പെരിഷബിൾ നാച്ചർ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ ഗുഡ് വില്ലിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. ദെൻ റോൾ ഓഫ് പേഴ്സണൽ ഡിസേർവ്സ് സ്പെഷ്യൽ കൺസിഡറേഷൻ ഇൻ ദ മാർക്കറ്റിംഗ് ഓഫ് സർവീസസ്. The quality of service depends upon the quality of the service provider. സർവീസ് പ്രൊവൈഡർ എത്രമാത്രം നന്നായാണോ അവരുടെ സർവീസ് നൽകുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് കൂടുന്നതും അതുപോലെ തന്നെ സർവീസിന് ആളുകൾക്കിടയിൽ പബ്ലിസിറ്റി ഉണ്ടാകുന്നതും. അതേപോലെ സർവീസ് ഏരിയയിൽ പ്രൈസിങ്ങും ഫിനാൻസിങ്ങും നടത്തുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ അവിടെ സ്പെഷ്യൽ അറ്റൻഷൻ നൽകേണ്ടതായി വരും. അതിലെന്തൊക്കെയാണ് പറയുന്നത്? വാല്യൂ ഓഫ് സർവീസസ് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു അസസ്. ഒരു സർവീസിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന മൂല്യം അത് കണക്കാക്കുന്നത് വളരെ പ്രയാസകരമാണ്. സർവീസ് പെർഫോമൻസ് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു മോണിറ്റർ. ഒരാളുടെ സേവനത്തിൻ്റെ വാല്യൂ കണക്കാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു ടീച്ചറുടെ ക്ലാസ്സിൻ്റെ ഗുണമായാലും ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ക്വാളിറ്റി ആണെങ്കിൽ നമ്മൾക്ക് ഇത്ര രൂപയ്ക്കുള്ള ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രോഡക്റ്റിൻ്റെ അങ്ങനെയല്ല, പ്രോഡക്റ്റ് നമുക്ക് കൃത്യമായി മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ സർവീസസ് നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോഴും ഏറ്റവും ബെനിഫിഷ്യൽ എന്ന് പറയുന്നത് ഷോർട്ടായിട്ടുള്ള മാർക്കറ്റിംഗ് ചാനൽസ്, ഷോർട്ട് ആൻഡ് ഡയറക്റ്റ് ചാനൽസ് ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. പ്രോഡക്ട്സിൻ്റെ പോലെയല്ല സർവീസസിൻ്റെ സ്പെഷ്യാലിറ്റി കാരണം സർവീസസ് മാർക്കറ്റിങ്ങിൽ സക്സസ്ഫുള്ളായ മാർക്കറ്റേഴ്സ് പലപ്പോഴും ഷോർട്ട് ആൻഡ് ഡയറക്റ്റ് ചാനൽസാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ അതേപോലെ ഇതിൽ വരുന്നതാണ് പ്രോഡക്റ്റ് സപ്പോർട്ട് സർവീസസ്. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് ഓഫർ ചെയ്യുന്ന സമയത്ത് പ്രോഡക്റ്റിന് സപ്പോർട്ട് സർവീസസ് കൂടി ഒപ്പം ഓഫർ ചെയ്യണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു മോഡേൺ മാർക്കറ്റിങ്ങിലെ പല കമ്പനികളും ഓരോ പ്രോഡക്റ്റ് കൊടുക്കുമ്പോഴും അതിൻ്റെ യൂസേജസിനെ കുറിച്ചും അതിൻ്റെ സ്പെഷ്യാലിറ്റിയെക്കുറിച്ചും ഒക്കെയുള്ള പാംലെറ്റുകളൊക്കെ ഓഫർ ചെയ്യാറുണ്ട്. അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ടു യൂസ് എന്ന് പറഞ്ഞ് ആ പ്രോഡക്റ്റിന് വളരെ പെട്ടെന്ന് കേട് സംഭവിക്കാത്ത രീതിയിൽ നമ്മൾക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് കമ്പനി തന്നെ പ്രോഡക്റ്റിൻ്റെ കൂടെ നമ്മൾക്ക് നൽകാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഇതിൽ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, വെൻ എ കസ്റ്റമർ ബൈസ് എ സ്മാർട്ട് ഫോൺ ആൻഡ് അതർ ഇലക്ട്രിക് ഗാഡ്ജറ്റ്സ് ഷീ ഈസ് പ്രൊവൈഡഡ് വിത്ത് ദ മാനുവൽസ്. അതുതന്നെയാണ് പറയുന്നത്. നമ്മൾക്ക് ഇലക്ട്രോണിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ യൂസർ മാനുവൽ കിട്ടും. ദെൻ ബുക്ക്ലെറ്റ്, വാറണ്ടി, ഗ്യാരണ്ടി, അതുപോലെയുള്ള മാനുഫാക്ചറർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിനെ കുറിച്ച് കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. അതേപോലെ ഇവർക്ക് എന്തെങ്കിലും ഗ്രീവൻസുകളോ കംപ്ലൈൻറ്റുകളോ ഉണ്ടെങ്കിൽ ഇവരാരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്? റെസ്പോൺസ് സെല്ലുകളുടെ നമ്പർ ഉണ്ടായിരിക്കും, അതിന് കൃത്യമായ പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ടാവും. ദെൻ പ്രോഡക്റ്റ് സപ്പോർട്ട്സ്, അതായത് ഓരോ രീതിയിലും ഇവർക്ക് അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ചിലപ്പോൾ ചിത്രം അടക്കം അതിലുണ്ടാവും. നമ്മൾ ഓരോന്നും ഫിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓരോ പ്രോഡക്റ്റിൻ്റെ കൂടെ കിട്ടുന്ന മാനുവൽസിൽ നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഒരു മാർക്കറ്റർ അവരുടെ പ്രൊഡക്റ്റിൻ്റെയും അതുപോലെ അവരുടെ കമ്പനിയുടെയും ഇമേജ് വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെറുതെ പ്രോഡക്ട്സ് മാത്രം ഓഫർ ചെയ്താൽ പോരാ, അതിൻ്റെ കൂടെ എന്തുകൂടെ നൽകണം? പ്രോഡക്റ്റ് സപ്പോർട്ട് സർവീസസ് കൂടി നൽകണം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾക്ക് ഈ യൂണിറ്റ് 17 പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ് സർവീസസ് മാർക്കറ്റിങ്ങിൻ്റെ പ്രത്യേകതകൾ? അപ്പോൾ സർവീസസിൻ്റെ സ്പെഷ്യാലിറ്റി ആദ്യം മനസ്സിലാക്കുക. ദെൻ ആ മാർക്കറ്റിംഗ് മിക്സിൽ, ട്രഡീഷണൽ മാർക്കറ്റിംഗ് മിക്സിൽ ഒരു അഡീഷണൽ 3 പീസും കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് സർവീസ് മാർക്കറ്റിംഗ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. ഇങ്ങനെ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ കണ്ടന്റ്.